ലെന്റ് എന്നാണ് നോമ്പ് എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് പദം. ലെന്റ്, LENT, ലെന്റ്. ഇങ്ങനെ പറയും, let us eject or eliminate our negative thoughts എന്നാണ്. let us eject or eliminate our negative thoughts. നമ്മളിലുള്ള നിയന്ത്രിക്കാൻ വയ്യാത്ത നെഗറ്റീവായ വികാരങ്ങളെ, നെഗറ്റീവായ ചിന്തകളെ, നെഗറ്റീവായ പെർസ്പെക്റ്റീവുകളെ, നെഗറ്റീവായ ആറ്റിറ്റ്യൂഡുകളെ ഒക്കെ ഒന്ന് എലിമിനേറ്റ് ചെയ്യാൻ. എലിമിനേറ്റ് ഒക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാം. കാരണം ടിവിയിൽ എലിമിനേഷൻ റൗണ്ടുകളിൽ 10 പേരുണ്ടെങ്കിൽ 5 പേര് ഔട്ട് ആവുന്നൊക്കെ കണ്ട് എലിമിനേഷൻ എന്താണെന്നൊക്കെ നമുക്കറിയാം. പുറത്തുള്ളത നമ്മളിലുള്ള ദൈവത്തിന് കൊള്ളാത്ത പഴുത്തതിനെയെല്ലാം അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമല്ലോ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആരും തന്റെ മുറിവിലെ പഴുപ്പിനെ ഞെക്കിക്കളയുന്നില്ല, അവർ മരുന്നും ലേപനവും എണ്ണയും ഒഴിച്ച് കെട്ടുക മാത്രമാണ് ചെയ്യുന്നത്. ഓരോ ദിവസവും പാട്ടുകാരനോടൊപ്പം പാട്ട് പാടുമ്പോൾ നല്ല താളബോധമുണ്ടെങ്കിൽ കൈയടിച്ച് പാട്ടുപാടി വിശ്രമിച്ച് തിരിച്ച് വചനം കേട്ട് വീട്ടിലേക്ക് പോയി വീണ്ടും പഴുപ്പിന്മേൽ പഴുപ്പായി ജീവിതം മുന്നോട്ട് പോവുകയല്ല ചെയ്യുന്നത്. മറിച്ച് കർത്താവ് നമുക്ക് ഒരുക്കി തരുന്ന ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച്, കർത്താവെ സത്യമായിട്ടും എന്റെ ജീവിതത്തിലെ പഴുപ്പിനെ മാറ്റണം. നമ്മുടെ കർത്താവ് നോമ്പ് നോറ്റു, ആകൽക്കരസായെ ജയിച്ചു എന്നാണ് പറയുന്നത്. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ, വിശുദ്ധ മത്തായി 4-ാം അധ്യായത്തിന്റെ തുടക്കം തന്നെ, അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തിയെന്നാണ് തുടങ്ങുന്നത്. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു എന്ന് പറയുന്നുണ്ട്. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. നമുക്കറിയാം, നമ്മുടെ കർത്താവ് 40 ദിവസം മരുഭൂമിയിൽ നോമ്പ് നോക്കി. 40 ദിവസം നമ്മുടെ കർത്താവ് മരുഭൂമിയിൽ നോമ്പ് നോക്കി. തന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന ആ വലിയൊരു മാറ്റത്തിലേക്ക് കർത്താവ് തന്നെ തന്നെ ഒരുക്കുന്ന, ദൈവപുത്രനായിരുന്നിട്ടും തന്നെ തന്നെ ഒരുക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു. 40 ദിവസം ഉപവാസത്താലും നോമ്പിനാലും ദൈവപുത്രൻ തന്നെ തന്നെ മാതൃകയാക്കി നമ്മുടെ മുൻപിൽ തന്നിരിക്കുക. ദൈവത്തിന്റെ പുത്രന് പോലും ഉപവസിച്ച് നോമ്പ് നോക്കണമെന്ന് അറിയാമെങ്കിൽ സൃഷ്ടിയായ നമ്മൾ ഓരോരുത്തരും അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നില്ലേ? നോമ്പ് നോറ്റ് ഉപവസിച്ചിരുന്ന ദൈവത്തിന്റെ പുത്രന്റെ അരികിലേക്ക് സാത്താൻ വന്ന് 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനെ അപ്പമാക്കി തീർക്കുക. കർത്താവ് മറുപടിയായിട്ട് പറയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടാണ്. രണ്ടാമത് വീണ്ടും സാത്താൻ ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തിയിട്ട് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാകുന്നുവെങ്കിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടുക. കർത്താവ് എന്താ മറുപടി പറഞ്ഞേ? നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. മൂന്നാമത് വീണ്ടും പറഞ്ഞു, നീ എന്നെ വീട് നമസ്കരിച്ചാൽ ഈ കാണുന്നതെല്ലാം നിനക്ക് ഞാൻ തരാം. കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. ഈ 3-നും കർത്താവ് മറുപടി പറഞ്ഞപ്പോൾ 11-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു എന്ന്. ദൂതന്മാർ അടുത്തു വന്ന് ശുശ്രൂഷിച്ചു, പിശാച് അവനെ വിട്ടുപോയി. ഇന്നും ഈ 3 കാര്യങ്ങൾ മാത്രമാണ് നമ്മളെയും പിശാച് പരീക്ഷിക്കുന്നത്. ഒന്നാമത്തേത്, അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് നമുക്കറിയാം. പക്ഷേ 2 തലമുറയ്ക്ക് ഉണ്ടാക്കി വെച്ചാലും നമുക്കാർക്ക് ഉറങ്ങാൻ യാതൊരു സമാധാനവും. വീണ്ടും 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 ഏൺ ചെയ്യണം, സമ്പാദിക്കണം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആദ്യം പറയുന്നുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വചനം അനുസരിച്ച് ഭൂമിയിൽ ജീവിക്കാൻ പഠിക്കണം. 2 പറയുന്നുണ്ട്, നീ മോളിൽ നിന്ന് താഴോട്ട് ചാടാൻ. നമ്മളും അത്ഭുതം കാണാനായിട്ട് ജീവിക്കുന്നവരല്ലേ? കർത്താവേ, അത്ഭുതം പറ, എന്റെ ജീവിതത്തില് അനുഗ്രഹിക്കാൻ ഞാൻ നിന്നെ പറ. ആ അത്ഭുതങ്ങൾ കാണാൻ, പല അത്ഭുതങ്ങൾക്കും വേണ്ടി മാത്രം ദൈവത്തെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നീ ഒന്ന് നോക്ക്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. മൂന്നാമത് വീണ്ടും പറയുന്നുണ്ട്, നീ എന്നെ വീട് നമസ്കരിച്ചാൽ ഞാൻ എല്ലാം നിനക്ക് തരാമെന്ന്. പലപ്പോഴും ഈ ലോകത്തിൽ ലഭിക്കാവുന്ന എല്ലാം ലഭിക്കാൻ വേണ്ടി ഏത് സ്ഥലങ്ങളിലും താഴേക്ക് ഇറങ്ങിച്ചെന്ന് സംസാരിക്കാനും താഴേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനും തലമുറയുടെ മുന്നിൽ മാതൃകയാകാതെ
നമ്മൾ പലപ്പോഴും ലോകത്തിന്റെ പ്ലഷേഴ്സിന്റെ മുന്നിൽ വീഴുമ്പോൾ കർത്താവ് നമ്മളെ നോമ്പ് നോക്കി വിജയിച്ചവനായിട്ട് പറയാ, നിന്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ മറ്റൊന്നിനെയും നീ, ഈ ലോകത്തിലെ ഒന്നിനെയും നീ ആരാധിക്കരുത്. നീ ഉണ്ടാക്കുന്ന സ്വത്തിനെയോ നീ സമ്പാദിക്കുന്ന ലോക സുഖങ്ങളെയോ നീ കാണാൻ ആഗ്രഹിക്കുന്ന അത്ഭുതത്തെക്കാൾ ഉപരിയായിട്ട് നിന്റെ ദൈവത്തെ നിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ ഈ കാലത്തെ നീ വേർതിരിക്കണം. ദൈവസന്നിധിയിൽ കൂടുതൽ സമയം നിശ്ചയിക്കാൻ. ഈ മരങ്ങൾ ഇലകളെ പൊഴിച്ച് പച്ചയായി ചില പരീക്ഷണങ്ങളിൽ കൂടെ കടന്നു പോവുകയാണ്. കാറ്റടിക്കുന്നുണ്ട്, ഉഷ്ണക്കാറ്റടിക്കുന്നുണ്ട്. ഇലയില്ലാത്ത മരത്തിന് നിൽക്കാൻ വയ്യ. എങ്കിലും മരത്തിന് ഇയ്യോബിന്റെ പുസ്തകം 11 അധ്യായത്തിൽ പറയുന്ന പോലെ ഒരു വൃക്ഷമായിരുന്നാൽ അതിനൊരു പ്രത്യാശയുണ്ട്. ഒരു വെള്ളം അതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അതിൽ മേൽ വരും, അതിന് തളിരുണ്ടാകും, അത് വീണ്ടും ഇലകൾ പുറപ്പെടുവിക്കും എന്ന് പറയുന്നത് പോലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പ്രത്യാശ വേണം. ആ പ്രത്യാശയുടെ തുറമുഖത്തേക്ക് നമ്മളെ എത്തിക്കുവാൻ വേണ്ടി ഈ നോമ്പുകാലങ്ങൾ സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മളിവിടെ വായിച്ചു കേട്ടു. ഇങ്ങനെയാണ് അത് പറയുന്നത്. ഒരിക്കൽ എലീശ പ്രവാചകന്റെ ഒരു ശിഷ്യൻ മരണപ്പെടുകയാണ്. എലീശ പ്രവാചകന്റെ ശിഷ്യൻ യഹോവ ഭക്തനായിരുന്നു, വളരെ നല്ല മനുഷ്യനായിരുന്നു, പക്ഷെ ഏറെ കടബാധ്യതകളുള്ളവനായിരുന്നു. എലീശ പ്രവാചകന്റെ ശിഷ്യൻ മരണവാർത്ത അറിഞ്ഞ് എലീശ പ്രവാചകൻ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ സ്ത്രീ, അവന്റെ ഭാര്യ വല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്നവൾ നിലവിളിച്ചുകൊണ്ട് എലീശ പ്രവാചകനോട് പറയാണ്, നിനക്കറിയാമല്ലോ എന്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു, യഹോവ ഭക്തനായിരുന്നു, അവിടുത്തെ ശിഷ്യനായിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹം മരിച്ചുപോയി. മരണദുഃഖം. 2 വിശ്വാസത്തിലെ ചോദ്യങ്ങൾ. 3-മതായിട്ട് പറയാണ്, കടക്കാർ വന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുകയാണ്. എല്ലാ വശത്തുകൂടി പ്രതിസന്ധികളാണ്. പൊട്ടിക്കരയുന്ന ആ സ്ത്രീയോട് 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തില് എലീശ പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കുടുംബ ജീവിതത്തിലായിരിക്കുന്ന നമ്മളോടെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഭയിൽ ചോദിക്കുന്നത്. 2-ാം വാക്യം പറയുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം, പറയുക, നിന്റെ വീട്ടിൽ എന്താണ് ഉള്ളത് എന്ന്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഇന്ന് നമ്മളോടുള്ള ചോദ്യമാണ്. ഹൗ കെൻ ഐ ഹെൽപ്പ് യു? ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം, പറയുക, നിന്റെ വീട്ടിൽ എന്താണ് ഉള്ളത്. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം നമുക്ക് ഏറെയുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്ത്? അങ്ങനെയെന്നാൽ ഗബ്രിയേൽ ദൂതൻ നമ്മുടെ അടുക്കൽ ഒന്ന് ചോദിക്കുന്നത് ഓർത്ത് നോക്കുകയും ഒന്ന് വെറുതെ സങ്കല്പിച്ച് നോക്കുകയും, വലിയൊരു ലിസ്റ്റ് തന്നെ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ചാൽ ഒടുവിൽ ദൂതൻ ഇവിടെ ഓടി രക്ഷപ്പെടുന്ന പോലെ നമ്മുടെ കയ്യിൽ വലിയൊരു ലിസ്റ്റ് ഉണ്ട്. കർത്താവേ എനിക്ക് ഇന്നത് വേണം, കർത്താവേ എനിക്ക് ഇന്നത് വേണം, എനിക്ക് ഇന്നത് വേണം. 2-ാമത്തെ ചോദ്യം വളരെ പ്രസക്തമാണ്. പറയുക, വീട്ടിൽ നിനക്ക് എന്താണ് ഉള്ളത് എന്ന്. ഇന്ന് സന്ധ്യയിൽ കർത്താവിന്റെ ആത്മാവ് നമ്മളോട് ചോദിക്കുകയാണ്, വീട്ടിൽ നിനക്ക് എന്താണുള്ളത് എന്ന്. താലന്തുകളുടെ ഉപമയിൽ നിങ്ങൾക്കുള്ളതെല്ലാം കൊണ്ടുവരിക എന്ന് പറഞ്ഞ യജമാനെ പോലെ കർത്താവിന്റെ സന്നിധിയിൽ എന്താണ് വെക്കാനുള്ളത്? നീ ഏകനായി നടക്കുന്നത് നന്നല്ല എന്ന് കണ്ട് തക്കതായ തുണയെ ഇവിടെ നിന്ന് തന്ന ദൈവം, നീ ബാല്യത്തിലായിരുന്നപ്പോൾ കൈപിടിച്ച് നടത്തിയ ദൈവം, യൗവനത്തിൽ വഴികാട്ടിയായി കൂടെയിരുന്ന ദൈവം, ജോലി ആഗ്രഹിച്ചപ്പോൾ ജോലി തന്ന ദൈവം, കുടുംബജീവിതം ആഗ്രഹിച്ചപ്പോൾ കുടുംബജീവിതം തന്ന ദൈവം, മക്കളെ ആഗ്രഹിച്ചപ്പോൾ മക്കളെ തന്ന ദൈവം, ഭവനം ആഗ്രഹിച്ചപ്പോൾ ഭവനം തന്ന ദൈവം, സകലവും ചമച്ചവൻ നമ്മളോട് ചോദിക്കുകയാണ്, നീ ചോദിച്ചതിലും നിരച്ചതിലും അത്യന്തപരമായിട്ട് ഞാൻ നിനക്ക് നൽകിയില്ലേ? എന്നിട്ട് കൊണ്ടുവരിക, കൊണ്ടുവരിക, നിനക്ക് എന്താണ് നിന്റെ കയ്യിലുള്ളത് എന്ന്. പ്രിയമുള്ളവരെ, ഒരു അപ്പനായി, കുടുംബനാഥനായി, അമ്മയായി, കുടുംബത്തിലെ കുടുംബനാഥയായി, മക്കളായി, കുടുംബത്തിലെ ഉത്തരവാദിത്തമുള്ള യുവാക്കന്മാരായിരിക്കുമ്പോൾ കർത്താവ് ചോദിക്കുക, നിനക്ക് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആ അവകാശം നീ എങ്ങനെയാണ് കുടുംബത്തിൽ പാലിക്കുന്നത്? നിന്നെ ദേവാലയത്തിൽ ആക്കിയിരിക്കുന്ന അവകാശം, ഒരു ക്രിസ്ത്യാനി എന്ന അവകാശം നീ എങ്ങനെയാണ് ദേവാലയത്തിൽ പൂർത്തീകരിക്കുന്നത്? നിന്റെ ക്രിസ്ത്യാനിറ്റി നീ സമൂഹത്തിൽ എങ്ങനെയാണ് കാണിക്കുന്നത്? കൊണ്ടുവരിക, പറയുക, നിന്റെ വീട്ടിൽ എന്താണ് യഥാർത്ഥത്തിലുള്ളത് എന്ന്. ഇവിടെ അവള് മറുപടിയായിട്ട് പറയാണ്, ഒരു ഭരണി എണ്ണയല്ലാതെ എന്റെ കയ്യിൽ മറ്റൊന്നുമില്ല. എലീശ പ്രവാചകൻ മറുപടിയായിട്ട് പറയാണ്, നീ അയൽപക്കത്ത് ചെല്ലുക, നിന്റെ മക്കളോട് പറയാ വെറും പാത്രങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടുവരാൻ. ആ കുഞ്ഞുങ്ങൾ അയൽപക്കത്ത് ചെന്ന് വെറും പാത്രങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടുവന്നു. പാത്രങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ പ്രവാചകൻ പറയാണ്, നീ അകത്ത് കയറുക, നിന്റെ കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് അകത്ത് കയറുക, നീ അവർക്ക് പകർന്നു കൊടുക്കുക, നിന്റെ മക്കൾ പാത്രം പിടിക്കട്ടെ. പ്രവാചകന്റെ ശബ്ദം കേട്ട് മക്കൾ പാത്രം പിടിക്കുകയും
അമ്മ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആ ഭാഗമാണ് നമ്മളിവിടെ വായിച്ചു കേൾക്കുന്നത്. അകത്ത് കയറി വാതിലടച്ച് എന്താണോ നമ്മൾ നമ്മുടെ മക്കളുടെ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത്? നമ്മളെല്ലാം ആത്മീയന്മാരാണ്, നമ്മളെല്ലാം വിശ്വാസികളാണ്, നമ്മളെല്ലാം പുറത്തിറങ്ങുമ്പോൾ അതിമാന്യന്മാരാണ്. പകൽ മാന്യന്മാർ മാത്രമാണോ? നമ്മുടെ എല്ലാം പ്രശ്നം രക്തസാക്ഷികളല്ല. സഭകൾക്ക് ആവശ്യം ശക്തിയുള്ള സാക്ഷ്യമുള്ള കുടുംബജീവിതങ്ങളാണ്. കാരണം മൂല്യച്യുതിയുടെ മലവെള്ള പാച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. മൂല്യച്യുതിയുടെ മലവെള്ള പാച്ചിലിൽ ഒരു തടശ്ശീല പോലെ നിൽക്കുവാൻ മൂല്യബോധമുള്ള മാതാപിതാക്കൾ ഭവനങ്ങളിൽ ഉണ്ടോ എന്ന് നാം തന്നെ നമ്മളോട് ചോദിക്കണം. നീ അകത്ത് കയറി വാതിലടയ്ക്കുന്ന യഥാർത്ഥത്തിലുള്ള ഒരു അപ്പനാരാണെന്ന് മക്കളോട് ചോദിക്കണം. യഥാർത്ഥത്തിലുള്ള അമ്മയാരാണെന്ന് മക്കളോട് ചോദിക്കണം. കാരണം അകത്ത് കയറി വാതിലടച്ചു കഴിഞ്ഞ് നീ എന്താണോ നിന്റെ മക്കളുടെ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത്, എന്താണോ മക്കളുടെ മുന്നിൽ മാതൃക കാണിക്കുന്നത്, അത് മാത്രമാണ് നമ്മുടെ മക്കൾ ആവർത്തിക്കുന്നത് എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അങ്ങനെ എണ്ണ നിറഞ്ഞു കഴിഞ്ഞു, പാത്രങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു. പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, പാത്രങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു എന്ന്. പാത്രങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എണ്ണയുടെ വരവും നിന്നുപോയി. പാത്രങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു. ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ അവകാശങ്ങളെ ദൈവം നടപടിയായിട്ട് തരുന്നത് എന്ന്. നിത്യതേജസ്സിന്റെ കലം ഓർക്കുമ്പോൾ ചില കഷ്ടതകളൊക്കെ സാരമില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വിളിച്ചു വരുത്തുന്ന പ്രതിസന്ധികളാണോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അകത്ത് കയറി വാതിലടയ്ക്കുന്ന യഥാർത്ഥത്തിലെ അപ്പൻ. പലപ്പോഴും നമുക്കറിയാം നമ്മുടെ എല്ലാം ഏറ്റവും വലിയ പരാതി എന്താണ്? ഞാൻ ആഗ്രഹിച്ചത് ഇങ്ങനെയൊരു ജീവിതമല്ലായിരുന്നു ഞാൻ ആഗ്രഹിച്ചതെന്ന് പലപ്പോഴും സങ്കടപ്പെടുന്നവരാണ് നമ്മൾ. ഇങ്ങനെയൊരു ജീവിതമായിരുന്നില്ല. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട്, കർത്താവ് അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ തന്നെയുമല്ല തക്കതായ തുണയാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പറയുന്നു, ഫാമിലി ഈസ് എ ടീം വർക്ക്. ഫാമിലി ഈസ് എ ടീം വർക്ക്. TEAM 4 അക്ഷരമാണ്. Together everyone achieves more. Together everyone achieves more. ഒന്ന് ചേർന്ന് എല്ലാവരും കൂടെ ചേരുമ്പോൾ മാത്രമാണ് നല്ലൊരു കുടുംബം എന്ന കുടുംബത്തെ പറയാൻ സാധിക്കുന്നത്. പലപ്പോഴും വ്യക്തിപരമായി നോക്കിയാൽ കുടുംബത്തിലെ എല്ലാവരും നല്ലതായിരിക്കും. എല്ലാ വഴക്ക് നടക്കുന്ന കുടുംബത്തിലെയും വ്യക്തിപരമായിട്ട് അപ്പനെ നോക്കിയാൽ സൂപ്പർ, അമ്മയെ നോക്കിയാൽ സൂപ്പർ, മക്കളെ നോക്കിയാൽ അതിനേക്കാൾ സൂപ്പർ. പക്ഷെ 4 പേരോടെ ചേർന്നാൽ ഭയങ്കര വഴക്ക്. എന്താ കാര്യം? ഈ ഗാനമേള കണ്ടിട്ടുണ്ട്? ഈ പണ്ടൊക്കെ ഗാനമേള തുടങ്ങുന്നതിന് മുൻപ്, കർട്ടൻ ഉയർത്തുന്നതിന് മുൻപ് ഓരോ ഇൻസ്ട്രുമെന്റിൽ വായിക്കുന്നവരും അവരവരുടെ ഇൻസ്ട്രുമെന്റ് ഒന്ന് മുബി അനക്കും. ആദ്യം വയലിൻകാരൻ ഒന്ന് അനക്കും, അപ്പൊ ഒരു ശബ്ദം കേൾക്കും. അത് കഴിയുമ്പോൾ ഒരു പരിചയമില്ലാത്ത മറ്റൊരു ശബ്ദം തബല, ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഓടക്കുഴൽ, ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഓർഗൻ, അങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത കുറെ ശബ്ദങ്ങൾ കേൾക്കും. എന്നാൽ കർട്ടൻ ഉയർന്നു കഴിയുമ്പോൾ, ഗാനമേള ആരംഭിച്ചു കഴിയുമ്പോൾ പാട്ടുകാരനോടൊപ്പം ഈ ഉപകരണങ്ങളെല്ലാം ഒരേ താളത്തിലും ഒരേ ശബ്ദത്തിലും ഒരേ രാഗത്തിലും ശ്രുതി മധുരമായ ഗാനാലാപനം നടത്തുമ്പോൾ മാത്രമാണ് ആ ഗാനമേള സുഗമമായും സുന്ദരമായും തീരുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മളെല്ലാം വ്യത്യസ്തമായ ഉപകരണങ്ങളാണ്. അപ്പന് ചിലപ്പോൾ വയലിന്റെ ശബ്ദമായിരിക്കും, അമ്മയ്ക്ക് ചിലപ്പോൾ തബലയുടെ ശബ്ദമായിരിക്കും, മക്കളെല്ലാം വ്യത്യസ്തരായിരിക്കും. എന്നാൽ കുടുംബജീവിതം എന്നൊരു കർട്ടൻ ഉയർന്നു കഴിയുമ്പോൾ, ഒരു കുടുംബത്തിന്റെ കർട്ടൻ ഉയർന്നു കഴിയുമ്പോൾ അവിടെ ഒറ്റ ശബ്ദവും ഒറ്റ താളവും ഒറ്റ രാഗവും മാത്രവുമാകുമ്പോഴാണ്, ഒറ്റ ശബ്ദത്തിൽ പാടുമ്പോഴാണ് ക്രിസ്തു ഈ കുടുംബത്തിന്റെ നാമനെന്ന് എഴുതി വെക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ ഈ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, പറയുക നിന്റെ വീട്ടിൽ എന്താണ് ഉള്ളത്? ഇന്ന് കർത്താവ് നമ്മളെ എല്ലാവരെയും ഓരോ കൂടുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ദൈവം വിശ്വസ്തരായ നമുക്ക് ഓരോ കൂടുകളെ നൽകിയിട്ടുണ്ട്. ഒരിക്കൽ ഒരു വേടൻ ഇങ്ങനെ കാട്ടിൽ കൂടെ നടന്നു പോവാം. കാട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു മരത്തിന്റെ കൊമ്പിൽ നിന്ന് വല്ലാതെ കിളി കരയുന്ന ശബ്ദം കേൾക്കുക. ഈ കിളി കരയുന്നത് പേടിച്ച് ഭയന്നാണ്, ഭയങ്കരമായി ശബ്ദം ഉണ്ടാക്കുകയാണ്. ഈ ഭയങ്കരമായി കിളി എന്തിനാണ് കരയുന്നതെന്ന് അറിയാൻ വേടന മരത്തിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. മരത്തിൽ സൂക്ഷിച്ചു നോക്കിയപ്പോൾ കിളി ഇരിക്കുന്ന കൊമ്പില് ഒരു കിളിക്കൂടുണ്ട്. ഈ കിളിക്കൂടിനടുത്ത് കുഞ്ഞിക്കിളികളുടെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഈ കുഞ്ഞിക്കിളികളുടെ ശബ്ദം കേൾക്കുന്നതോടൊപ്പം തന്നെ എന്തിനായിരിക്കും കിളി പേടിച്ച് കരയുന്നതെന്ന് നോക്കിയപ്പോൾ
ഈ മരത്തിന്റെ മുകളിലേക്ക് ഒരു വലിയ പാമ്പ് ഇഴഞ്ഞിഴഞ്ഞ് കയറി പോവുകയാണ്. ഈ കിളിക്ക് നല്ല ബോധ്യമുണ്ട്, ഈ പാമ്പ് മുകളിൽ ചെല്ലും, തന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചു തിന്നും. ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ കിളി പ്രാണരക്ഷാർത്ഥം കരയുന്നത്. പക്ഷെ ആരും അതിനെ രക്ഷിക്കാൻ കടന്നു വരുന്നില്ല. വേടനും അതിനെ രക്ഷിക്കാൻ കടന്നു ചെല്ലില്ല. ചിന്തിച്ചിരിക്കുന്ന നേരം കൊണ്ട് കിളി പറന്നുപോയി. ഈ പറന്നുപോയ കിളിയെ കുറിച്ച് വേടൻ ചിന്തിക്കുകയാണ്, ഒരു കിളിക്ക് തന്റെ കുഞ്ഞുങ്ങളോട് ഇത്ര മാത്രമേ ആത്മാർത്ഥതയുള്ളോ എന്ന്, ഇത്രമാത്രം ആത്മാർത്ഥതയുള്ളോ എന്ന് ചിന്തിക്കുന്ന നേരം കൊണ്ട് തന്നെ കിളി തിരികെ പറന്നു വരിക. കിളി ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ കിളിയുടെ കൊച്ചു ചുണ്ടില് കുറച്ച് കൊച്ചിലകൾ കൊത്തിപ്പറക്കിക്കൊണ്ടാണ് വരുന്നത്. വന്ന കിളി കൂടിലേക്ക് ഇലകൾ കൊണ്ട് പൊതിഞ്ഞു വെച്ചു. എന്നിട്ട് പറന്ന് അപ്പുറത്തെ മരത്തിൽ പോയിരുന്നു. അപ്പുറത്തെ മരത്തിന്റെ കൊമ്പിലിരുന്ന് വളരെ സമാധാനത്തോടുകൂടി ബഹളങ്ങളില്ല, ഭയമില്ലാതെ കിളി തന്റെ കൂട്ടിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ശാന്തമായിട്ടിരിക്കുകയാണ്. വേടനൊന്നും മനസ്സിലാകുന്നില്ല. വേടൻ പാമ്പിനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിവേഗത്തിൽ പാമ്പ് ഉയരത്തിലേക്ക് പോവുകയാണ്. പോയതിനേക്കാൾ വേഗത്തിൽ പാമ്പ് ഇറങ്ങി ഓടുന്നത് കണ്ടു. വേടന് കാര്യം മനസ്സിലായില്ല. കിളി തിരിച്ച് പാമ്പ് പോയി എന്ന് ഉറപ്പ് വരുത്തി കൂട്ടിൽ വന്ന് കൂട്ടിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഇലകളെ കൊത്തി താഴേക്കിട്ട് കൊച്ചു കിളികളോട് കാര്യം പറഞ്ഞു തുടങ്ങി. വേടനും പാമ്പ് പോയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആ മരത്തിന്റെ താഴേക്ക് വന്നു. എന്തിനായിരിക്കാം ഈ പാമ്പ് ഭയന്ന് ഓടിപ്പോയത്? വേടൻ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് ആ ഇലകൾ അവിടെ കിടക്കുന്നത് കണ്ടത്. തന്റെ കയ്യിൽ ആ ഇലകളൊന്ന് കയ്യിലെടുത്ത് മണത്ത് നോക്കിയപ്പോൾ നമുക്കറിയാം പാമ്പിന് വിരോധമായി മണങ്ങളുള്ള കായവും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ആവശ്യത്തിലേറെ വീടിന് ചുറ്റും നമുക്ക് പറ്റുന്നത് പോലെ ഒഴിക്കുന്നതല്ല. അപ്പൊ കാട്ടിൽ എന്തെല്ലാം ചെടികൾ ഉണ്ടാകാം. കിളി തന്ത്രപൂർവ്വം ബുദ്ധിപൂർവ്വമായി ഇലകളെ കൊത്തിക്കൊണ്ടുവന്നാണ് തന്റെ കൂടിനെ പൊതിഞ്ഞു വെച്ചത്. പ്രിയമുള്ളവരെ, ഒരു കൊച്ചു കിളിക്ക് ഇത്രത്തോളം യുക്തി ഈ കഥയുടെ അവസാനത്തിൽ ഉണ്ടെങ്കിൽ കർത്താവ് നമ്മളെല്ലാം ഏൽപ്പിച്ചിരിക്കുന്ന കൂടുകൾ, ദൈവത്തിന്റെ മക്കള്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികള് ഒന്നിച്ച് ചേരുമ്പോൾ ഈ കൂടുകളെ പൊതിഞ്ഞു വെക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഭാഷയുണ്ടാകണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്നേഹം ഉണ്ടാകണം. സഹോദര ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുവാൻ, ദേവാലയത്തിൽ വിശ്വാസികളുടെ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുവാൻ പരിശുദ്ധാത്മാവുള്ളവന് മറ്റുള്ളവരുടെ പരിശുദ്ധാത്മാവിനെ കാണാൻ സാധിക്കും. അതിന് ഉദാഹരണമാണ്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഭയന്നിരിക്കുമ്പോൾ മറിയാമിന്റെ അടുക്കലേക്ക് ദൈവത്തിന്റെ ദൂതൻ, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മറിയാം ചോദിക്കുകയാണ്, അയ്യോ ഇതെങ്ങനെ സംഭവിക്കും? 35-ാം വാക്യത്തിൽ ദൂതൻ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നതെല്ലാം വിശുദ്ധ പ്രജയായി തീരും. നമ്മളിൽ നിന്ന് ഉത്ഭവിക്കുന്നത് കുടുംബങ്ങളിൽ അപ്പന്റെ വായിൽ നിന്ന്, അമ്മയുടെ വായിൽ നിന്ന്, മക്കളുടെ വായിൽ നിന്ന്, ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്നതെല്ലാം വിശുദ്ധമായി തീരണമെങ്കിൽ എന്നിലും നിങ്ങളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അംശം കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കണം. മറ്റുള്ളവരെ കാണുമ്പോൾ, സഹോദരങ്ങളെ കാണുമ്പോൾ, ദേവാലയത്തിലുള്ളവരെ കാണുമ്പോൾ, ചുറ്റിലുമുള്ളവരെ കാണുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഫീൽ ചെയ്യണമെങ്കിൽ പരിശുദ്ധ മറിയാം മലനാട്ടിലേക്ക് ബന്ധപ്പെട്ട് കടന്നു ചെല്ലുകയാണ്. മറിയാമിന്റെ മന്ത്രസ്വരം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന പ്രജ കുതിച്ചു ചാടുകയാണ്. കാരണം എന്തായിരുന്നു? മറിയാമിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വന്ദന ശബ്ദം എലിസബത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ യോഹന്നാൻ എന്ന പൈതൽ പോലും തിരിച്ചറിഞ്ഞെങ്കിൽ എന്റെ സഹജീവിയെ കാണുമ്പോൾ, എന്റെ ജീവിത പങ്കാളിയെ കാണുമ്പോൾ, എന്റെ സഹോദരനെ കാണുമ്പോൾ, എന്റെ ചുറ്റിലുമുള്ളവരെ കാണുമ്പോൾ പരിശുദ്ധാത്മാവിനെ കാണാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഓർക്കുക, എന്നിൽ പരിശുദ്ധാത്മാവിന്റെ അംശം കുറവാണ്. പ്രിയമുള്ളവരെ, കുടുംബം ഒരു ടീം വർക്കാണെന്ന് പറഞ്ഞു. നമ്മളെല്ലാം വ്യത്യസ്തമായ ഉപകരണങ്ങളാണെന്ന് പറഞ്ഞു. നമ്മൾ ഓരോരുത്തരും കുടുംബങ്ങളിൽ ആരായിരിക്കണം? 2 കൊരിന്ത്യർ 2-ാം അധ്യായം 15-ാം വാക്യം ഇങ്ങനെ പറയുന്നു, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയാകുന്നു എന്ന്. നമ്മൾ കുടുംബത്തിൽ, ദേശത്തിൽ ആരായിരിക്കണം? ഒന്നാമതായി രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകാൻ നമുക്ക് സാധിക്കാറുണ്ടോ? പലപ്പോഴും സമാധാനമുള്ള സ്ഥലത്തൊക്കെ സൗരഭ്യവാസനയാകാൻ നമുക്ക് നമ്മളോളം നല്ല മനുഷ്യർ വേറെ എവിടെയും ഉണ്ടോ? എന്നാൽ എല്ലാ അർത്ഥത്തിലും ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി തീരുവാൻ കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലുമൊക്കെ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ സാധിക്കാറുണ്ടോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. വ്യക്തിപരമായ ജീവിതത്തിൽ എന്റെ സാന്നിധ്യം സൗരഭ്യമുള്ളതാണോ ഇല്ലയോ? ഒരു മനുഷ്യന് 2 തരം റിലേഷൻഷിപ്സ് ഉള്ളതെന്ന് പറയുന്നു. ഒന്നാമത്തേത്
റിലേഷൻഷിപ്പാണ്. 2 ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പാണ്. ഇൻട്രാപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നോടുള്ള ബന്ധം, ഞാൻ എന്റെ സമൂഹത്തിൽ, എന്റെ സഭയിൽ, എന്റെ കൂട്ടത്തിൽ, എന്റെ ഭവനത്തിൽ സൗരഭ്യവാസന പരത്തുന്ന വ്യക്തിയാണോ എന്ന് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. ഇൻട്രാപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നോടുള്ള ബന്ധം, എനിക്ക് എന്നോടുള്ള ബന്ധം എങ്ങനെയാണ്? അവരവർക്ക് ഇട്ടിരിക്കുന്ന വില എന്താണ്? കുടുംബത്തിൽ നമ്മൾ പലപ്പോഴും പറയും, നിനക്ക് എന്നെ കാശിന് 16 എനിക്കറിയാം, എന്നാൽ ഞാൻ എനിക്കിട്ടിരിക്കുന്ന വില എന്താണ്? അതിൽ 3 തരത്തിലുള്ള ആളുകളുണ്ട് കേട്ടോ. ഒന്നാമത്തെ ആളുകൾ എങ്ങനെയാണെന്നറിയോ? അവര് പള്ളി വന്നാലും വീട്ടിലിരുന്നാലും നാട്ടിലിറങ്ങിയാലും രാജ്യവും ശക്തിയും മഹത്വം ഞാൻ പറയും എല്ലാവരും അനുസരിച്ച് വേണം. പേജ് നമ്പർ 201 എന്ന് പറയുമ്പോൾ 202 എടുത്ത് പോയെങ്കിൽ പിന്നെ വെടിവെച്ച് കൊല്ലും. അങ്ങനത്തെ ആളുകൾ കുറച്ചു പേര്. അവര് പിന്നെ സൈഡ് കൊടുത്താൽ മതി, ആംബുലൻസ് പോലെ അങ്ങ് പൊയ്ക്കോളും. രണ്ടാമതൊരു കുട്ടിയുണ്ട്, എന്താണെന്നറിയോ? എന്നെ മാത്രം ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവര്. എന്ത് പറഞ്ഞാലും പറയും, അല്ലേലും പറഞ്ഞു എനിക്കറിയാം, എന്നെ മാത്രം ഒന്നിനും കൊള്ളത്തില്ല, എനിക്കറിയാം. ഇത് വലിയ അപകടമുള്ളവരാണ്. അവരാണ് ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞ് സ്വയം പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ. എന്നെ മാത്രം ഒന്നിനും ആര് പറഞ്ഞു? ദൈവത്തിന്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിച്ചിട്ട് നീ എനിക്ക് വിലയേറിയവരും മാന്യനുമാണ്, നിന്നെ എന്റെ ഉള്ളകയിൽ വഹിച്ചിരിക്കുന്നു, നീ വെള്ളത്തിൽ കൂടി നടന്നാൽ നിന്നെ മുക്കിക്കളയുകയില്ല, നീ തീയിൽ കൂടി നടന്നപ്പോൾ വെന്തുപോയിട്ടില്ല എന്ന് പറഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു ദൈവം കൂടെ ഉള്ളപ്പോൾ ആരും മാനിച്ചില്ലെങ്കിലും മാനിക്കുന്ന ഒരു ദൈവം ഇല്ലേ? അതുകൊണ്ട് എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറയുമ്പോൾ സൃഷ്ടികർത്താവായ ദൈവത്തെയാണ് നമ്മൾ പഠിക്കുന്നതെന്ന് ഓർത്ത് വേണം നമ്മൾ സംസാരിക്കാൻ. എന്നാൽ മൂന്നാമത്തെ കൂട്ടരായി തീരണം നമ്മള്. ദൈവസന്നിധിയിലും മനുഷ്യന്റെ സന്നിധിയിലും ഡിപ്ലോമാറ്റിക് ആയി തീരാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലോചനയുള്ളവര്. രണ്ടാമത്തെ കൂട്ടരാണ് ഇന്റർപേഴ്സണൽ റിലേഷൻ എന്ന് പറയും. എനിക്ക് മറ്റുള്ളവരോടുള്ള ബന്ധം എങ്ങനെയാണ്? എനിക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാൻ സാധിക്കാറുണ്ടോ? എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാൻ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. എനിക്ക് ആരെന്തോ ആയിക്കോട്ടെ, എനിക്കിതൊന്നും കാണാൻ വലിയ ആഗ്രഹം. അത് നിങ്ങളുടെ കാര്യം. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം കൂടാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ തന്റെ അതരത്തെയും കാത്തുകൊള്ളണം. ദോഷം വിട്ടകന്നോ ഗുണം ചെയ്യണം. ദോഷം വിട്ടകന്നുകൊണ്ട് മാത്രമായില്ല, ഗുണം ചെയ്യാൻ എന്റെ ജീവിതം കൊണ്ട് സാധിക്കാറുണ്ടോ? വിശുദ്ധ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന്. വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഉപ്പായി തീരാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഉപ്പിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണ്? ഉപ്പ് നമുക്കെപ്പോഴും രുചിയാണ്. ഈ രുചിയാണ് ഏതൻ മുതലുള്ള നമ്മുടെ വീഴ്ചയ്ക്ക് കാരണം. ഉപ്പിന്റെ ആദ്യത്തെ ഗുണം എന്താണെന്നറിയോ? ഉപ്പിന് ലയിച്ചു ചേരാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളതാണ്. ഉപ്പ് ഏത് വസ്തുവിലേക്ക് ഇട്ടാലും ആ വസ്തുവുമായി ലയിച്ചു ചേരാൻ അതിന് സാധിക്കും. എന്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ ആയിരിക്കുന്ന സ്ഥലവുമായി ലയിച്ചു ചേരാൻ, ആയിരിക്കുന്ന ജീവിത പങ്കാളിയുമായി, ലഭിച്ചിരിക്കുന്ന മക്കളുമായി, ലഭിച്ചിരിക്കുന്ന മരുമക്കളുമായി, ലഭിച്ചിരിക്കുന്ന അവകാശങ്ങളുമായി ലയിച്ചു ചേരാൻ എനിക്ക് സാധിക്കാറുണ്ടോ? പലപ്പോഴും സാധിക്കാത്തതിന് കാരണം എന്താണെന്നറിയോ? നമ്മളെല്ലാം എക്സ്പെക്ടേഷന്റെ മൗണ്ടയിലാണ് നിൽക്കുന്നത്. നമ്മളെന്തോ ആഗ്രഹിക്കുന്നുണ്ട്, നമുക്ക് കിട്ടിയതൊന്നുമല്ല നമുക്ക് വേണ്ടത്. ലയിച്ചു ചേരാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ലെന്നുള്ളതാണ്. 10-40 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഒരാളോട് ചോദിച്ചാൽ പോലും പറയും, മക്കളെ കല്യാണം കഴിഞ്ഞിട്ട് 40 വർഷമായി, എങ്കിൽ പോലും നമ്മൾ പറയും, മോനെ എന്ത് നല്ല ആലോചന എനിക്ക് വന്നാന്നറിയോ? എനിക്ക് ഇയാളുടെ കൂടെ ഈ പുന്നക്കൂടെ കിടക്കാനായിരുന്നു എന്റെ വിധി എന്ന് പറയും. 40 വർഷമായി ഒന്നിച്ച് ജീവിക്കുന്നു. കുറവുകളോടുകൂടി, കുറ്റങ്ങളോടുകൂടി ഒന്നിച്ചു ചേർന്ന് ലയിച്ചു ചേരാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കാറുണ്ടോ? പലപ്പോഴും കാരണം എന്താണെന്നറിയോ? നമ്മുടെ എല്ലാം നോട്ടങ്ങൾ തെറ്റിപ്പോകുന്നത് കൊണ്ടാണ്. വിശുദ്ധ വേദ പുസ്തകത്തില് 1 ശമൂവേൽ പുസ്തകം 2 ശമൂവേൽ പുസ്തകം 6-ാം അധ്യായത്തിൽ ഒരു കുടുംബത്തെ കാണാൻ സാധിക്കും. 2 ശമൂവേൽ പുസ്തകം 6-ാം അധ്യായത്തിലെ കുടുംബം ദാവീദ് രാജാവിന്റെയും മീഖൽ രാജ്ഞിയുടെയും കുടുംബം. ഈ ദാവീദ് രാജാവിന് ഒറ്റ ആഗ്രഹമേ ഉള്ള ഈ 6-ാം അധ്യായത്തില് യഹോവയുടെ പെട്ടകം തന്റെ രാജ്യത്തിന്റെ അകത്തേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി ദാവീദ് അക്ഷീണം പ്രയത്നിക്കുകയാണ്. ഒടുവിൽ യഹോവയുടെ ആ പെട്ടകം ദേശത്തിനകത്തേക്ക് കൊണ്ടുവന്നിരുന്നപ്പോൾ ദാവീദ് പഞ്ഞിനൂലങ്കി ധരിച്ച് മതിമറന്ന് നൃത്തം ചെയ്യുകയാണ്. ഈ 16-ാമത്തെ വാക്യമായപ്പോൾ ഉയരത്തിൽ കൊട്ടാരത്തിന്റെ കിളിവാതിൽ കൂടി മീഖൽ രാജ്ഞി നോക്കി ഹൃദയത്തിൽ നിന്ദിക്കുകയാണ്. ഒരു പഞ്ഞിനൂലങ്കി ധരിച്ച് സാധാരണക്കാരനെ പോലെ
നൃത്തം ചെയ്തു വരുന്ന രാജാവിനെ മീഖൽ രാജ്ഞി നോക്കിയപ്പോൾ കണ്ടു, ഹൃദയത്തിൽ നിന്ദിച്ചു. അങ്ങനെ താഴേക്ക് വരുമ്പോൾ നമുക്ക് വായിക്കാം, അവിടെ കൊട്ടാരത്തിന് പുറത്തുള്ളവരെല്ലാം അനുഗ്രഹിച്ചിട്ട് ദാവീദ് രാജാവ് കൊട്ടാരത്തിന്റെ അകത്തേക്ക് വരികയാണ്. കൊട്ടാരത്തിന്റെ അകത്തേക്ക് വരുമ്പോൾ മീഖൽ രാജ്ഞിയുടെ മുഖത്ത് മാത്രം അത്ര പ്രസാദം പോരാ. നമ്മൾ പലപ്പോഴും പറയും, നാട് എങ്ങനെയെങ്കിലും ഭരിക്കാം, വീട് ഭരിക്കാനാണ്. നാട്ടിലുള്ള മുഴുവൻ പേരെയും ഒരു വിധത്തിലൊക്കെ അനുഗ്രഹിച്ചിട്ടാണ് രാജാവ് വീട്ടിലോട്ട് വന്നത്. വീട്ടിലോട്ട് വന്നപ്പോൾ രാജ്ഞിയുടെ മുഖത്ത് മാത്രം അത്ര രസം പോരാ. ഇത് കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാരാണ്, നമ്മുടെ മക്കൾക്കാണ്. വീട്ടിലേക്ക് സ്കൂളിൽ നിന്ന് വന്ന് ചെരുപ്പൂരി അകത്തേക്ക് കയറുമ്പോൾ മൂത്ത കുഞ്ഞിന് ആദ്യം മനസ്സിലാവും. ഇളയ കുഞ്ഞ് അറിയാൻ വേണ്ടി ചോദിക്കുമ്പോൾ മൂത്ത കുഞ്ഞിങ്ങനെ തോണ്ടിയിട്ട് പറയും, ഇത് പോരെ കേട്ടോ, ഇന്നിനി അത്ര നേരം. പിന്നെ ഒന്നുകൂടെ ആ കുഞ്ഞ് ചോദിക്കുമ്പോൾ വലിയൊരു ശബ്ദം അടുക്കളയെന്ന് കേൾക്കും. അത് ഉക്രൈനിലും ഇസ്രായേലിലും ഒന്നും ബോംബ് വീഴുന്നല്ല, ഒരു തവിയോ ഒരു ചായപാത്രമോ. അത് കഴിഞ്ഞ് പതുക്കെ അപ്പന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പ്രസാദം ഇല്ല എന്ന് മാത്രമല്ല, കാർമേഘം മൂടിക്കിടക്കുകയാണ്. എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപ് തന്നെ വെറുതെ ഇരിക്കുന്ന പത്രം ടീപ്പോയിലേക്ക് ഒന്നുകൂടെ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ മക്കൾക്ക് നന്നായി മനസ്സിലായി, അത്ര കണ്ട് പ്രസാദം പോരാ. ഇവിടെ മീഖൽ രാജ്ഞിയുടെ പ്രസാദം പോരായ്മ കണ്ടിട്ട് ദാവീദ് രാജാവ് ചോദിക്കുക, എന്താ മീഖൽ രാജ്ഞി നിന്റെ മുഖം വാടിയിരിക്കുന്നത്, മുഖം എന്താണ് വ്യത്യസ്തമായിരിക്കുന്നത്? മീഖൽ രാജ്ഞി മറുപടിയായിട്ട് പറയുകയാണ്, ഏറ്റവും നിന്ദ്യനും ഹീനനുമായി പഞ്ഞിനൂലങ്കി ധരിച്ച് ഈ ജനത്തിന്റെ മുൻപിൽ നിന്ന് നൃത്തം ചെയ്യുവാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്ന്. മറുപടിയായിട്ട് ദാവീദ് രാജാവ് പറയാണ്, നിന്റെ അപ്പനേക്കാൾ എന്നെ ഉയർത്തി സിംഹാസനത്തിൽ ഇരുത്തിയ എന്റെ ദൈവത്തിന്റെ മുൻപിൽ ഞാൻ ഇനിയും നൃത്തം ചെയ്യുമെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരാം. പലപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരാണോ നമ്മൾ? ലയിച്ചു ചേരാൻ സാധിക്കാതെ കുറവുകളിലേക്ക് മാത്രം നോക്കുന്നവരാണോ? ഇവിടെ മീഖൽ രാജ്ഞിക്ക് സംഭവിച്ചത് എന്താണ്? ആ രാജ്യത്തിലെ മുഴുവൻ പേരും യഹോവയുടെ പെട്ടകത്തിൽ നോക്കി നൃത്തം ചെയ്തു വന്നപ്പോൾ മീഖൽ രാജ്ഞി കണ്ടത് തന്റെ ജീവിത പങ്കാളിയുടെ കുറവിനെ മാത്രമാണ്. നോട്ടം തെറ്റിപ്പോവുകയാണ്. നോട്ടം തെറ്റിയപ്പോഴാണ് ഹൃദയത്തിൽ നിന്ദിച്ചത്. ഹൃദയത്തിൽ നിന്ദിച്ചപ്പോഴാണ് അത് വായി സംസാരിച്ചത്. പലപ്പോഴും നമ്മൾ വഴക്കുണ്ടാക്കിയിട്ട് പറയും, അച്ഛയുടെ മനസ്സിലൊന്നും ഒന്നുമില്ല, ദേഷ്യം തരും ഞാൻ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയാണ്, ഹൃദയം നിറഞ്ഞ് കവിയുന്നത് അത്രേ വായി സംസാരിക്കുന്നത്. അറിയാതെ പറഞ്ഞതൊന്നുമല്ല, പലപ്പോഴായിട്ടും കൂട്ടിവെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മളെല്ലാം പറയും, നമ്മളെല്ലാം ആരാണെന്ന് പറയും, ഭക്തന്മാരാണെന്ന്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായത്തിൽ 26-ാം വാക്യത്തിൽ യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനാണെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി ദൈവസന്നിധിയിൽ വ്യർത്ഥമാണ്. ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ കുടുംബത്തിൽ, സമൂഹത്തിൽ നാവിന് കടിഞ്ഞാണിടാതെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് അപ്പൻ ഭക്തനാണ്, അമ്മ ഭക്തയാണ്. ഇവിടെ ദാവീദ് രാജാവും ഭക്തനാണ്, യഹോവയുടെ പെട്ടകത്തോടൊപ്പം നൃത്തം ചെയ്തവനാണ്. രാജ്ഞിയുടെ പുച്ഛം എന്തായിരുന്നു? നീ ആ ആട്ടിടയൻ തന്നെയല്ലേ? എത്ര വേഷം കെട്ടി രാജാവായാലും നീയാ? എന്തു പറഞ്ഞാലും ജീവിത പങ്കാളിയുടെ കുറവുകളിലേക്ക്, ജീവിത പങ്കാളി ചെയ്തു തരുന്നതിലല്ല, ചെയ്തു തരാൻ വിട്ടുപോയതിനെ എടുത്തു പറഞ്ഞ് എപ്പോഴും വഴക്കുണ്ടാക്കുന്ന സ്വഭാവം നമുക്കുണ്ടാവും. നമ്മളുടെ മക്കളുടെ മുമ്പിൽ സഹോദരങ്ങൾ നമുക്ക് തന്നതിന് കണക്കില്ല, ഇപ്പോൾ തരാത്തതിന് മാത്രമാണോ കണക്കുള്ളത്? അപ്പനും അമ്മയും തന്നതിന് കണക്കില്ല, അപ്പനും അമ്മയും സമ്പാദിച്ചത് നമുക്ക് തന്നത് പോരാ എന്ന് പറയുന്നതിനാണോ നമുക്ക് കണക്കുള്ളത്? മക്കളെ നമ്മുടെ കൂടെ നിന്ന് സ്നേഹിക്കുന്നതിന് കണക്കില്ല, ദൂരെ ഇരിക്കുന്ന മക്കളെ തരുന്നതിന് മാത്രമാണോ നമുക്ക് കണക്കുള്ളത്? ഇതെല്ലാം നമ്മുടെ മുമ്പിൽ മീഖൽ രാജ്ഞി ഒരു ചോദ്യമായി നിൽക്കുകയാണ്. ഇവിടെ ഭക്തനായ ദാവീദ് രാജാവ് തിരിച്ചു പറഞ്ഞ മറുപടി എന്താണ്? നിന്റെ അപ്പനായ ശൗൽ രാജാവിനേക്കാൾ എന്നെ ഉയർത്തിയ എന്റെ ദൈവത്തിന് മുൻപിൽ ഞാൻ ഇനിയും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണ് ആദ്യം തന്നെ അഭിസംബോധന ചെയ്തത്? നിന്റെ കുടുംബത്തിൽ ഇരിക്കുന്ന അപ്പനായ ശൗൽ രാജാവിനേക്കാൾ എന്നെ ഉയർത്തി. പലപ്പോഴും ദേഷ്യം വരുമ്പോൾ നമ്മൾ ഉറക്കെ സംസാരിക്കാറുണ്ട്, അല്ലെ? ദേഷ്യം വരുമ്പോൾ നമ്മൾ ഉറക്കെ സംസാരിക്കാറുണ്ട്. അതെന്താ? നമ്മുടെ വീട്ടിൽ ഒത്തിരി ദൂരത്ത് നിൽക്കുന്നത് കൊണ്ടാണോ? അല്ല, ഹൃദയങ്ങൾ തമ്മിൽ അകലുമ്പോഴാണ് നമ്മൾ ഉറക്കെ സംസാരിക്കാറ്. ദേവാലയത്തിൽ ഒന്നിച്ചിരിക്കുന്നവർ ഉറക്കെ സംസാരിക്കാറുണ്ട്. എന്തുകൊണ്ട്? എതിരെയിരിക്കുന്ന ആൾക്ക് ചെവി കേൾക്കാത്തത് കൊണ്ടല്ല, മറിച്ച് ഞാനും അയാളുടെ ഹൃദയവും തമ്മിൽ ദൂരത്താകുമ്പോഴാണ്. അപ്പനോടും അമ്മയോടും ആക്രോശിച്ച് സംസാരിക്കാറുണ്ട്. അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ഒരുപാട് അകലുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഈ അലറി സംസാരിക്കുന്നത് മറന്നു പോകുന്നുണ്ട് നമ്മളിൽ പലരും. എന്നാൽ
രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി തീരുവാൻ ജീവിതത്തിന്റെ നിയോഗങ്ങളെ ഏറ്റെടുക്കണം. ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവേ, എന്നെ നീ ആക്കിയിരിക്കുന്ന അവസ്ഥയിൽ ജീവിതത്തിന്റെ നിയോഗങ്ങളെ സ്വീകരിക്കാൻ, നീ തന്നിരിക്കുന്ന എല്ലാ നിയോഗങ്ങളെ സ്വീകരിക്കാൻ, എന്റെ കുടുംബത്തെ കുറവുകളോടുകൂടി സ്നേഹിക്കാൻ, എന്റെ കൂടെയുള്ളവരെ ജീവിത പങ്കാളിയെ കുറവുകളോടുകൂടി സ്നേഹിക്കാൻ, എന്റെ മക്കളെ കുറവുകളോടുകൂടി സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും നമ്മൾ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നുള്ളൂ. 1 ശമൂവേൽ പുസ്തകം 25-ാം അധ്യായത്തിൽ മറ്റൊരു കുടുംബത്തെ നമുക്ക് കാണാൻ സാധിക്കും. നാബാലിന്റെയും അബിഗയിലിന്റെയും കുടുംബമാണ്. നാബാലിനെ കുറിച്ച് പറയുന്നുണ്ട്, അയാൾ കാലേബ് വംശജനാണ്, ഉന്നത കുലജാതനാണ്, അനേക സ്വത്തിനും ഉടമയാണ്. അനേക സ്വത്തിന് ഉടമയാണെങ്കിലും നിഷ്ഠൂരനും ദുഷ്കർമ്മിയുമാണ്, ബോധമില്ലാത്തവനാണ്. എന്നാൽ ഭാര്യയായ അബിഗയിലാകട്ടെ സുന്ദരിയും വിവേകവതിയുമാണെന്നാണ് വേദപുസ്തകം പറയുന്നത്. അവിടെ ഒരു വലിയ വിരുന്ന് നടക്കുകയാണ്. വിരുന്നിൽ ഈ ആടിനെ രോമം കത്തിരിക്കുന്ന വിരുന്നിൽ ദൂരെ നിന്ന് എല്ലാവരും വന്നു ചേർന്നു. വാർത്ത കേട്ട് ദാവീദിന്റെ ഇടയന്മാരും വന്നു ചേർന്നു. ദാവീദിന്റെ ഇടയന്മാരെ വിരുന്നിനിടയിൽ നിന്ന് ഇറക്കി വിടുകയാണ്. ഇറക്കി വിടുന്നത് കണ്ടിട്ട് ഈ നാബാലിന്റെ ദാസന്മാർ നാബാലിന്റെ ഭാര്യയായ അബിഗയിലിന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, നമ്മൾ ഈ ചെയ്യുന്നത് ശരിയല്ല. കാരണം നമ്മൾ അവരുടെ വെളിപ്രദേശത്തായിരുന്ന സമയത്ത് അവർ നമുക്കൊരു മതില് കെട്ടി കാത്തു പരിപാലിച്ചവരാണ്. പലപ്പോഴും ഒരു മതില് പോലെ നമ്മുടെ ഇല്ലായ്മയുടെ കാലത്ത് നമ്മളെ ചേർത്ത് പിടിച്ചവരെ ഒരു വിലയുമില്ലാതെ നിന്ദിക്കുന്ന സംസാരം നമ്മുടെ വായിൽ നിന്ന് വരാറുണ്ടോ? അവരുടെ അധ്വാനങ്ങളെ നിന്ദിച്ച് നമ്മൾ സംസാരിക്കാറുണ്ടോ? നമുക്ക് വേണ്ടി ചെയ്തു തന്ന പലതിനെയും നിന്ദിച്ച് നമ്മൾ സംസാരിക്കാറുണ്ടോ? ഇന്ന് ഇത്രയും മനോഹരമായിട്ട് ഈ ദേവാലയം ഇപ്പോൾ ആയിരിക്കുന്നുവെങ്കിൽ ഒന്നുമില്ലായ്മയുടെ കാലത്ത് ഇതിന് അടിസ്ഥാനമിട്ട നല്ലൊരു പൂർവികര്, വരും തലമുറ ഈ ദേശത്ത് ഒന്നിച്ചു നിൽക്കണമെന്ന് ആഗ്രഹിച്ച്, ഒന്നിച്ച് ദൈവസന്നിധിയിൽ മുട്ടുമടക്കണമെന്ന് ആഗ്രഹിച്ച ഒരു മുൻ തലമുറ ഈ ദേശത്ത് മുട്ടുമടക്കി പ്രാർത്ഥിച്ചതിന്റെ അനന്തരാവകാശമാണ് നമ്മൾ അനുഭവിക്കുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, എന്റെ തലമുറയ്ക്ക് കൊടുക്കുവാൻ ആ ഒരുമയും സ്നേഹവും ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. നമ്മുടെ ബന്ധങ്ങളിലുണ്ടോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. ഇവിടെ അബിഗയിലിനെ ഈ വാർത്ത അറിയിച്ചപ്പോൾ അബിഗയിൽ നാബാലിനോട് ചോദിച്ചില്ല. കാരണം നാബാലിൽ കുടിച്ച് ഉന്മത്തനായിട്ടിരിക്കുകയാണ്. അബിഗയിൽ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് മുന്തിരി അടയും വീഞ്ഞുമെല്ലാമായി ദാവീദിനെ കാണാൻ അങ്ങോട്ട് പോകുകയാണ്. അങ്ങനെ അബിഗയിൽ അങ്ങോട്ട് പോകുന്ന വഴി അതാ കാണുന്നു, ദാവീദ് പടയൊരുക്കവുമായി ഇങ്ങോട്ട് വരികയാണ്. ദാവീദ് ശക്തനാണ്. പടയൊരുക്കവുമായി ഇങ്ങോട്ട് വരുന്നത് കണ്ട് അബിഗയിൽ ദാവീദിനോട് മാപ്പ് പറയുകയാണ്. തന്റെ ഭർത്താവിന്റെ തെറ്റിനെ പ്രതി മാപ്പ് പറഞ്ഞ് അപേക്ഷിക്കുകയാണ്. ദാവീദ് സ്വീകരിച്ചില്ല. അബിഗയിൽ വിടാതെ കാലിൽ പിടിച്ചു പറയാണ്, എന്റെ ഭർത്താവിന്റെ പേരിന്റെ അർത്ഥം തന്നെ പോഷത്വം എന്നാണ്. പോഷത്വമാണെന്നാണ് അവന്റെ പേരിന്റെ തന്നെ അർത്ഥം. ആ വാക്കുകളെല്ലാം കേട്ട് കണ്ണുനീര് കണ്ട് കണ്ണുനീരിനെ തുടച്ച് ദാവീദ് അവളോട് പറയുകയാണ്, അല്ലയോ യുവതി, നിന്റെ വിവേകം സ്തുത്യം. അവളുടെ കയ്യിൽ നിന്ന് കാഴ്ചകളെ സ്വീകരിച്ച് ദാവീദ് മടങ്ങിപ്പോയി. തിരികെ വന്നപ്പോൾ അബിഗയിൽ കാണുന്ന കാഴ്ച കുടിച്ചുന്നതനായി കിടക്കുന്ന നാബാൽ. അബിഗയിൽ വീണ്ടും ഒന്നും മിണ്ടിയില്ല. പിറ്റേ പ്രഭാതത്തിൽ മദ്യത്തിന്റെ കെട്ടുവിട്ടതിന് ശേഷം അബിഗയിൽ ഭർത്താവായ നാബാലിനോട് നടന്ന കാര്യങ്ങളെല്ലാം അറിയിക്കുകയായിരുന്നു. തലേ ദിവസം ദാവീദ് ഇവിടെ വന്നിരുന്നെങ്കിൽ നമ്മുടെ കുലത്തെ മുഴുവൻ കുടിച്ചു കളയുമായിരുന്നു എന്ന്. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യഹോവ നാബാലിനെ സന്ദർശിച്ചു. നാബാൽ മരണപ്പെട്ടു. അബിഗയിലിനെ ദാവീദ് ഭാര്യയായി രാജ്ഞിയായി സ്വീകരിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, അബിഗയിൽ നാബാൽ കഥയിൽ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് വിവേകമുള്ള അബിഗയിൽ എന്നൊരു സ്ത്രീക്ക് വിവേകമില്ലാത്ത ഒരു ജീവിത പങ്കാളിയെ കിട്ടിയപ്പോൾ വിവേകക്കുറവുകളെ പരസ്പരം പറഞ്ഞ് മുറിവേൽപ്പിക്കുകയല്ല, ചെയ്യേണ്ടവ ചെയ്ത് കരുതേണ്ടവ കരുതി കരയേണ്ടവന്റെ അടുക്കിലേക്ക് ചെന്ന് കരയുവാൻ വിവേകമുള്ള ഒരു ജീവിത പങ്കാളിക്ക് സാധിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെയുള്ളവരുടെയും ചില ബലഹീനതകൾ നമുക്കറിയാം, കുറവുകൾ നമുക്കറിയാം. 10-20 വർഷമായിട്ട് പറഞ്ഞിട്ടും മാറാത്ത കുറവുകൾ വീണ്ടും വീണ്ടും പറഞ്ഞ് വഴക്കിടുന്നത് എന്തിനാണ്? മറിച്ച് ചെയ്യേണ്ടവ ചെയ്ത് മുട്ടുമടക്കേണ്ടവന്റെ മുന്നിൽ മുട്ടുമടക്കി ജീവിത പങ്കാളിയെയും മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ച ദൈവസന്നിധിയിൽ നിന്ന് ഭവനങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റുവാൻ തക്കവണ്ണം, ഈ അവസരങ്ങളെല്ലാം അനുഗ്രഹങ്ങളാക്കി മാറ്റുവാൻ തക്കവണ്ണം
നമ്മുടെ ജീവിതത്തിൽ സാധിക്കുമ്പോൾ മാത്രമാണ് കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ഈ അവസരത്തെ അനുഗ്രഹമാക്കി മാറ്റുകയും ഞാൻ ദൈവത്തിന്റെ കയ്യിൽ സൗരഭ്യവാസനയായി തീരുകയും ചെയ്യുള്ളൂ. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പറയുക, നിന്റെ കയ്യിൽ എന്താണ് ഉള്ളത് എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ ഒരു സാക്ഷ്യമുള്ളവൻ ജീവിക്കേണ്ടത് 2 കൊരിന്ത്യർ 3:2 നമ്മൾ ക്രിസ്തുവിന്റെ പത്രമായി തീരണം. പത്രത്തിന്റെ പ്രത്യേകത എന്താണ്? പത്രത്തിന്റെ പ്രത്യേകത ഇവിടെ പറയുന്നു, സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ക്രിസ്തുവിന്റെ പത്രം നിങ്ങൾ തന്നെ എന്ന്. ഈ ദേശത്ത് ക്രിസ്തുവിന്റെ പത്രമായി തീരാൻ, വായിക്കുന്നവൻ ക്രിസ്തുവിനെ കാണുവാൻ. പണ്ടൊക്കെ പത്രം വായിച്ചാൽ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുമായിരുന്നു, എല്ലാ കാര്യത്തിന്റെയും നിജസ്ഥിതികൾ അറിയാൻ പറ്റുമായിരുന്നു. ഇന്ന് പത്രം നോക്കിയാൽ ആദ്യത്തെ പേജ് തന്നെ ഫുള്ള് നെഗറ്റീവായിട്ട് ഭയക്കുന്ന പലതും കാണാം, വലിയ ചുവന്ന അക്ഷരത്തിൽ. അകത്തേക്ക് കയറുമ്പോൾ നാട്ടിലുള്ള പൊങ്ങച്ചമുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതിന്റെ അകത്തേക്ക് പറിച്ചു നോക്കുമ്പോൾ കുറെ കോളേജുകളുടെ പരസ്യം കാണാൻ സാധിക്കും, കുറെ മൊബൈലുകളുടെ പരസ്യം കാണാൻ സാധിക്കും, കുറെ ചരമകോളങ്ങൾ കാണാൻ സാധിക്കും, എന്റർടൈൻമെന്റ് സ്പോർട്സും സിനിമയും പരസ്യം കാണാൻ സാധിക്കും. വീണ്ടും പത്രത്തിന്റെ പുറകുവശത്ത് വീണ്ടും വലിയ വലിയ പരസ്യങ്ങൾ കാണാൻ സാധിക്കും. ഇതുപോലെയാണ് പല ക്രിസ്ത്യാനികളായ നമ്മുടെ ജീവിതവുമാണ്. ക്രിസ്തുവിന്റെ പത്രമാണ് നമ്മള്. പണ്ടുള്ള അപ്പന്മാരെയും അമ്മമാരെയും വായിച്ചാൽ ക്രിസ്തു ആരാണെന്ന് ഒറ്റ വായനയിൽ കാണാൻ സാധിക്കും. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിത കുടുംബങ്ങളാകുന്ന പത്രങ്ങൾ മറിച്ചു നോക്കിയാൽ കുറെ പൊങ്ങച്ചങ്ങളും കുറെ പരസ്യങ്ങളും മനുഷ്യന്റെ മുമ്പിൽ താഴെ വീഴാതെ കൊണ്ടു നടക്കുന്ന കുറെ വാർത്തകളുമല്ലാതെ എന്താണ് പുതിയ തലമുറയുടെ മുമ്പിൽ മാതൃകയായിട്ട് വെക്കാനുള്ളത്? അവകാശങ്ങളെ അലക്ഷ്യമാക്കുന്നവരാണ് നമ്മള്. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങളെ അലക്ഷ്യമാക്കുന്നവരാണ് നമ്മള്. ഇവിടെ പറയുന്നുണ്ട്, സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ക്രിസ്തുവിന്റെ പത്രം നിങ്ങൾ തന്നെ. അത് മഷി കൊണ്ടല്ല, ദൈവത്തിന്റെ ആത്മാവിനാലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. മറ്റു കുടുംബ ബന്ധങ്ങളിൽ ക്രിസ്തീയ ബന്ധങ്ങളുടെ വ്യത്യാസം എന്താണെന്നറിയോ? 2 വ്യക്തികൾ തമ്മിലുള്ള കരാറുകളാണ് എല്ലാ അർത്ഥത്തിലും കുടുംബജീവിതം. പക്ഷെ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് 2 വ്യക്തികൾക്ക് സൃഷ്ടാവായ ദൈവത്തെ, ദാതാവായ ദൈവത്തിന്റെ സന്നിധിയിലുള്ള ഉടമ്പടിയാണ് ഓരോ കുടുംബ ബന്ധങ്ങളും. ആ ഉടമ്പടിയെ പവിത്രതയോടെ സൂക്ഷിക്കാൻ നമ്മളുടെ കുടുംബങ്ങളിൽ നമുക്ക് സാധിക്കാറുണ്ടോ? പലപ്പോഴും അതിന്റെ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കാൻ നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് സാധിക്കാറുണ്ടോ? അത് മഷി കൊണ്ടല്ല, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. വിവാഹ ശുശ്രൂഷയിൽ ചൊല്ലുന്ന 2 കാര്യമാണ്. മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യാൻ സീനായി മലയിലേക്ക് ഇറങ്ങി വന്ന മഹോന്നതനായ ദൈവം. 2, തന്റെ മണവാട്ടിയായ സഭയോട് ചേർന്ന് വരാൻ ആഗ്രഹിക്കുന്ന മണവാളനായ ക്രിസ്തു. അങ്ങനെയാണ് പുരുഷനെയും സ്ത്രീയെയും ഭാര്യയെയും ഭർത്താവുമാക്കി കുടുംബജീവിതത്തിലേക്ക് ഇറക്കി വിടുന്നത്. എന്നാൽ പത്രമായി തീരാൻ പിറ്റേ ദിവസം തൊട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ അവകാശങ്ങളെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരിക്കലും വിവാഹ ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ ഒരു പാട്ടിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയും പെട്ടെന്ന് മുൻപിൽ നിൽക്കുന്ന ഒരു 60 വയസ്സൊക്കെ തോന്നുന്ന ഒരു അങ്കിള് ഒറ്റ ഒരു നെഞ്ചത്തടി. അപ്പൊ ഞാൻ വിവാഹ ശുശ്രൂഷയിൽ നെഞ്ചത്തടിക്കാൻ എന്താണ്? അപ്പൊ വീണ്ടും ഞാൻ ഇങ്ങനെ റിവൈൻഡ് ചെയ്യും, എന്തിനായിരിക്കും? ആ ശുശ്രൂഷയിൽ ഇങ്ങനെ പാട്ടുകാരെ പാടുകയാണ്, മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോട് സദൃശ്യം. കേൾക്കുകയോ ഒറ്റ ഒരടിയും. കാരണം കാലങ്ങളായിട്ട് ഈ മുൾമുടി തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഏതോ ഹതഭാഗ്യനായ ഒരു അപ്പനായിരുന്നു അത്. എന്നാൽ കർത്താവ് പറയാണ്, മുൾമുടി സഹിക്കുമ്പോൾ തന്റെ പ്രാണനായ മണവാട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന മണവാട്ടി സഭയെ വിശുദ്ധിയോട് ചേർത്ത് പിടിക്കുന്ന ഒരു മണവാളനെ പോലെ തന്റെ അവസാനങ്ങളിൽ രക്തം കൊടുത്തും തന്റെ സഭയെ വീണ്ടെടുത്തതുപോലെ കുറവുകളോടുകൂടി ഭാര്യയെ സ്നേഹിക്കാൻ കുടുംബത്തിൽ അപ്പന് സാധിക്കണം. ഇവിടെ യൗസേപ്പിനെ കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, യൗസേപ്പ് നീതിമാനായതുകൊണ്ട് രഹസ്യത്തിൽ മറിയാമിനെ ഉപേക്ഷിക്കാൻ പദ്ധതി ചെയ്തു എന്ന്. മറിയാം ചെയ്ത കുറ്റം, മറിയാം ചെയ്ത തെറ്റ് എന്ന് നാട്ടുകാരെല്ലാം ചോദിക്കാതിരിക്കാൻ തക്കവണ്ണം രഹസ്യത്തിൽ. എന്നാൽ എന്റെ ജീവിത പങ്കാളിയുടെ തെറ്റുകളും കുറ്റങ്ങളും, എന്റെ അയൽക്കാരന്റെ തെറ്റുകളും കുറ്റങ്ങളും, എന്റെ സഹോദരന്റെ തെറ്റുകളെയും കുറ്റങ്ങളെയും രഹസ്യത്തിൽ
കുതിരാറ്. യൗസേപ്പ് നീതിമാനായത് അവരന്റെ കുറ്റത്തെ രഹസ്യമാക്കിയപ്പോഴാണ്. എന്നാൽ പലപ്പോഴും കൂടെയുള്ളവന്റെ കുറ്റങ്ങളെയും കുറവുകളെയും പരസ്യമാക്കുന്നവരാണോ കുടുംബജീവിതത്തിൽ നമ്മൾ മക്കളുടെ മുൻപിൽ പരസ്പരം പഴിചാരി സംസാരിക്കുന്നവരാണോ നമ്മള്? സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തില് മോശയുടെ നേതൃത്വത്തില് ഇസ്രായേൽ ജനം ഇങ്ങനെ കനാൻ ലക്ഷ്യമാക്കി യാത്ര ചെയ്യാണ്. അവിടെ ഇസ്രായേൽ ജനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇസ്രായേൽ ജനത്തിന് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളും അടയാളങ്ങളും കിട്ടിയില്ലെങ്കിൽ ജനം ദൈവത്തിനെതിരെ പിറുപിറുക്കും. ഇസ്രായേലിലെ ദൈവത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നികൂടായും ഇസ്രായേലിന്റെ ദൈവമാരെ വഴി നടത്തി തന്റെ ജനത്തിന് വിശക്കുമ്പോൾ മന്നയും തന്റെ ജനത്തിന് ദാഹിക്കുമ്പോൾ മാറായിലെ കൈപ്പുള്ള ജലത്തെയും മാധുര്യമാക്കി കൊടുത്തു. തന്റെ ജനത്തിന്റെ വസ്ത്രം ചീർണിക്കാതെ തന്റെ ജനത്തെ അളന്നു പോകാതെ ഇരിക്കാൻ അനുദിനം ശ്രദ്ധയോടെ പരിപാലിക്കുന്ന ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാതെ വരുമ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തിനെതിരായി പിറുപിറുത്തു. ഇങ്ങനെ ഒരു പിറുപിറുക്കുന്ന അവസരമാണ് സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിൽ സീൻ മരുഭൂമിയിൽ അവർ എത്തി നിൽക്കുകയാണ്. സീൻ മരുഭൂമിയിൽ എത്തി നിന്നപ്പോൾ അവർക്ക് കുടിക്കാൻ വെള്ളമില്ലാതിരുന്നു. അവർക്ക് കുടിക്കാൻ വെള്ളമില്ലാതെ വന്നപ്പോൾ ഇസ്രായേൽ ജനം പറഞ്ഞു തുടങ്ങി, ഞങ്ങൾക്ക് ഇസ്രായേലിൽ അടിമത്തം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് അവിടെ അപ്പക്കുട്ടകളും ഇറച്ചിക്കലങ്ങളും ഉണ്ടായിരുന്നു, ഒലിവിന്റെ കായും മുന്തിരി പഴങ്ങളും ഉണ്ടായിരുന്നു. മോശയെ നീ ഒറ്റയൊരുത്തനാണ് ഞങ്ങളെ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ അവർ കരഞ്ഞു പറഞ്ഞു തുടങ്ങി, മോശയെ പ്രാഗി തുടങ്ങി. പലപ്പോഴും നമ്മളും ഇങ്ങനെയല്ലേ? ദൈവസന്നിധിയിൽ നിന്ന് കിട്ടുന്നത് പോരാ എന്ന് പറഞ്ഞ് നമ്മളുടെ മക്കളുടെ മുന്നിൽ നിൽക്കുന്നവരാണോ നമ്മള്? ഇതിനെയാണോ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറയുന്നത്? വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നമുക്കെല്ലാം നമ്മുടെ മക്കൾ വിശുദ്ധരാകാൻ ഇഷ്ടമുള്ളവരാ. വിശുദ്ധരായ മക്കളെന്ന് സ്കൂളിലും കോളേജിലും ചെല്ലുമ്പോൾ കേൾക്കാനല്ലേ നമുക്ക് ഇഷ്ടം? ഞാനും 2 ആൺമക്കളുടെ അമ്മയാണ്. അവര് പഠിക്കുന്ന കോളേജിൽ ചെല്ലുമ്പോൾ ഏറ്റവും നല്ല കുട്ടിയെന്ന് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഒരു അമ്മയുണ്ടോ ഇവിടെ? ഇല്ല അല്ലെ? ഏറ്റവും നല്ല മക്കളെയാണ് നമുക്ക് ഏറെ ഇഷ്ടം. എന്നാൽ നല്ല മക്കളാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏത് കൂട്ടുകാരുടെ കൂടെ കൂടിയാലും ഏത് ജനത്തോടൊപ്പം ലയിച്ചു ചേർന്നാലും എന്റെ അപ്പൻ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് അവന്റെ ഹൃദയത്തിൽ കൂടി വരുമ്പോൾ, എന്റെ അമ്മ ദൈവസന്നിധിയിൽ കണ്ണീരോടെ ഇരിക്കുന്നത് അവന്റെ മുഖത്ത് ആ ദർശനം അവൻ കണ്ടാൽ ഒരിക്കലും ഒരു കുഞ്ഞും ദൈവസന്നിധിയിൽ മർദ്ദലിച്ചു പോകില്ല. അല്പമൊന്ന് ചാടിയാലും അവൻ ദൈവസന്നിധിയിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് അപ്പന്റെയും അമ്മയുടെയും വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നമ്മുടെ മക്കളുടെ മുൻപിൽ നമുക്ക് മാതൃകയാകാൻ സാധിക്കാറുണ്ടോ? മക്കളുടെ മുൻപിൽ മാതൃകയാകാൻ നമുക്ക് സാധിക്കാറുണ്ടോ? 2, നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ പലപ്പോഴും നമ്മൾ ആവശ്യങ്ങളെ മാത്രം ദൈവസന്നിധിയിൽ നിരത്തി വെക്കുന്നവരാണോ? കുടുംബ പ്രാർത്ഥനയിൽ പണ്ടൊന്നുമില്ലായ്മയുടെ കാലത്ത് ചാണകം മെഴുകിയ തറയും ഓലമേഞ്ഞ വീടുമേ ഉണ്ടായിരുന്നുള്ളൂ. കീറിയൊരു പായേ പലയിടത്തും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മടികൂടാതെ മുട്ടുമടക്കുന്ന മാതാപിതാക്കൾ അവിടെ മാതൃകയായിരുന്നു. എന്നാൽ ഇന്ന് കുടുംബ പ്രാർത്ഥനകളിൽ നമ്മളിൽ എത്ര പേർക്ക് പ്രഭാതത്തിലും സന്ധ്യയിലും മക്കളുടെ മുൻപിൽ മാതൃകയാകാൻ സാധിക്കുന്നുണ്ട്? കുടുംബ പ്രാർത്ഥനകൾ ചിട്ടയായിട്ട് നടക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്? കുടുംബ പ്രാർത്ഥനകൾ ചിട്ടയായിട്ട് നടന്ന മാതാപിതാക്കളിൽ നിന്ന് നല്ല അംശത്തെ പങ്കുപറ്റിയവരല്ലേ നമ്മള്? എന്നാൽ പുതിയ തലമുറയുടെ മുമ്പില് ഇന്ന് പലപ്പോഴും നമ്മൾ പറയും, ചിട്ടയായ നിഷ്ഠയുള്ള പ്രാർത്ഥനകളുള്ള എത്ര കുടുംബങ്ങൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും? മക്കളെ എവിടെയെങ്കിലും ഒക്കെ കയറ്റിവിടാൻ നേരത്ത്, മോനെ ഓസ്ട്രേലിയയിൽ ചെന്നാലും പള്ളിയിലൊക്കെ ഇവിടെ വെച്ച് അവൻ പഠിച്ചെങ്കിൽ, ബാലൻ നടക്കേണ്ട വഴി അഭ്യസിച്ചിരുന്നെങ്കിൽ അവനെ ആരും പറഞ്ഞു കൊടുക്കേണ്ട, അവൻ ദൈവസന്നിധിയെ തേടി പോകും. ദാനിയേല് അന്യദേശത്തായിരുന്നിട്ടും യെരൂശലേമിന് നേരെയുള്ള കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിച്ചു എന്നാണ് ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം പറയുന്നത്. രാജാവിന്റെ കൽപ്പന ഉണ്ടായിരുന്നിട്ടും അവൻ പതിവുപോലെ മുട്ടുകുത്തി. 2, യെരൂശലേമിന് നേരെയുള്ള വാതിൽ തുറന്നിട്ടു. 3, അവന്റെ ദേശത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് ദേശത്ത് പോയാലും ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ദേവാലയത്തെ അന്വേഷിച്ചു ചെല്ലണമെങ്കിൽ ബാല്യത്തിൽ തന്നെ കുടുംബ പ്രാർത്ഥനകളിൽ കണ്ണുനീരോടുകൂടി ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര തിരക്കുള്ള മക്കളാണെങ്കിലും, ഈ ആലപ്പുഴ ജില്ലയുടെ കളക്ടറാണെങ്കിലും ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചേ മതിയാവൂ. നീ വന്നിട്ടേ പാടുന്നുള്ളൂ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. അവനെയൊക്കെ ഇനി ആരാ വിളിക്കുന്നത്? 2 പാട്ട് പാടിയിട്ട് തിരിഞ്ഞു നോക്കിയിട്ടും ആരും എന്നാ ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് പോകാം. ഓടെ ഇരിക്കുന്നവൻ എന്ത് വിചാരിക്കും? അത്രയും സുഖം, മമ്മിയുടെ പ്രാർത്ഥന എനിക്ക് കഴിഞ്ഞല്ലോ. അല്ല,
നീ വന്നിട്ടേ പ്രാർത്ഥിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് ആ പായിലിരുന്ന് വെയിറ്റ് ചെയ്യുവാൻ അപ്പനും അമ്മയ്ക്കും മക്കളെ സാധിക്കുന്നില്ല എങ്കിൽ, ചേർത്ത് പിടിക്കുന്നില്ല എങ്കിൽ, പ്രാർത്ഥനയുടെ നല്ല രുചി പകർന്നു കൊടുക്കുന്നില്ല എങ്കിൽ നമ്മുടെ മക്കൾ തെറ്റിപ്പോവും. നിഷ്ഠയോട് ഉപവസിച്ചിരുന്ന മുൻതലമുറ, പിടിയേറി മാറ്റിവെച്ച് ഇല്ലാത്തവന് കൊടുത്ത മുൻതലമുറ, ഈ മാതൃകയ്ക്ക് യുവജന തലമുറയുടെ മുൻപിൽ കൊടുക്കാതെ അവരെ മുഴുവൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പൗലോസ്ലീഹ ഫിലിപ്പിലേഖനം 2-ാം വാക്യം പറയുകയാണ്, വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ മുൻപാകെ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായി തീരേണ്ടതിന് സകലതും പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യണം. അവരുടെ ഇടയിൽ ജീവന്റെ വചനം പ്രമാണിക്കണം, ജ്യോതിസ് പോലെ പ്രകാശിക്കണം. മക്കളുടെ മുൻപിൽ പിറുപിറുപ്പും വാദവും ഇല്ലാത്തവരായിരിക്കണം. 2, വചനം കേൾക്കുകയല്ല, വചനം പ്രമാണിക്കണം. 3, ജ്യോതിസ് പോലെ, വിളക്ക് പോലെ അവരുടെ മുൻപിൽ പ്രകാശിക്കണം. അവർ ഇരുളിൽ വീണു പോകാതെ നിങ്ങളുടെ പ്രകാശത്തിൽ അവർ പ്രകാശിക്കുവാൻ ക്രിസ്തുവിന്റെ പ്രകാശത്തെ സ്വീകരിക്കുന്നവരാകണം. ഇങ്ങനെ പഠിച്ച് ഇസ്രായേൽ ജനത്തിന് വേണ്ടി മോശ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. യഹോവ പറയുകയാണ്, നീ നാളെ എഴുന്നേറ്റ് നിന്റെ ജനത്തെയും കൂട്ടി വടിയും കയ്യിലെടുത്ത് പാറയുടെ ഇടക്കിലേക്ക് ചെന്ന് കൽപ്പിക്കുക, പാറ നിനക്ക് ജലം നൽകും. മോശയുടെ വാക്ക് കേട്ടിട്ട് യഹോവയുടെ വാക്ക് കേട്ടിട്ട് മോശ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. മോശയ്ക്ക് അവിടെ എത്തിയപ്പോഴത്തേക്ക് തന്റെ ആ ദേഷ്യം പുറത്തു വന്നു. മോശ പാറയിന്മേൽ 2 അടിയടിച്ചു. വെള്ളം ശക്തിയായിട്ട് പ്രവഹിച്ചു. വെള്ളം കുടിച്ച് ജനം തൃപ്തിപ്പെട്ടത് ജനം മാത്രമാണ്, ദൈവത്തിന്റെ ഹൃദയമല്ല. ദൈവം മോശയെ തോണ്ടി വിളിച്ചിട്ട് പറഞ്ഞു, മോശേ നീ കലാൻ കാണുകയില്ല, മോശയെ നീ കലാൻ കാണുകയില്ല. കാരണം ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത് വടിയെടുത്ത് കയ്യിൽ പിടിച്ച് പാറയോട് കൽപ്പിക്കാനാണ്, പാറയിന്മേൽ അടിക്കാനല്ല. കുടുംബജീവിതം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എന്ന് പലപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ടോ? വടിയെടുത്ത് മോശ പാറമേൽ അടിച്ചതുപോലെ എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്ന് നമ്മൾ സംസാരിക്കാറുണ്ടോ? മോശയോട് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ശബ്ദം പറയും, നീ കനാൻ ദൈവസന്നിധിയിൽ താഴ്മയോടെ നിൽക്കുവാൻ, ദൈവസന്നിധിയിൽ മക്കളുടെ മുന്നിൽ മാതൃകയോടെ നിൽക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ 3 C's വേണം. ഒന്നാമത്തെ C എന്താണെന്നറിയോ? കമ്മ്യൂണിക്കേഷൻ. ദൈവവുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും കൂടെയുള്ളവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും. ഇത് നമ്മുടെ ഭവനത്തിലെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നിൽക്കുന്നത്? കോവിഡിന്റെ മുൻപ് വരെയൊക്കെ ഏറെക്കുറെ ഒരു ടിവിയും ഒരു ഫോണും ഒക്കെ ആയിരുന്നു. എന്നാൽ ഇന്ന് എല്ലാ മുറിയിലും സെപ്പറേറ്റ് സൗകര്യങ്ങളും എല്ലാം സെപ്പറേറ്റ് ആയപ്പോൾ ഒരു വീട്ടിലെ പല മുറികളും ഓരോ മതിലുകളായി നമ്മൾ മാറ്റി. എല്ലാവരും അവരവരുടെ മുറികളിൽ സുഖം കണ്ടെത്തുന്നുണ്ട്. എന്നാൽ ഈ മതിലുകളെയൊക്കെ മാറ്റി പാലങ്ങളാക്കി മാറ്റുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഭവനത്തിലുള്ള ഞങ്ങൾ തമ്മിൽ ഹൃദയങ്ങളിൽ പാലങ്ങൾ ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കമ്മ്യൂണിക്കേഷൻ പ്രാർത്ഥനയുടെ പായിലാണ് ആരംഭിക്കുന്നത്. കണ്ണിൽ നിന്ന് വരുന്ന ചൂട് കണ്ണുനീർ കാണുന്ന അതൊരു മൗനമായ കമ്മ്യൂണിക്കേഷനാണ് ദൈവസന്നിധിയിൽ. 2ാമത്തെ കമ്മ്യൂണിക്കേഷൻ എവിടെയാണെന്ന് അറിയോ? ഊണുമേശയിലാണ്. ഊണുമേശ ഇന്ന് മിക്കവാറും വീടുകളിൽ സൗകര്യം കൂടിയപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രതിഭാസം എന്താണെന്നറിയോ? എപ്പോഴും ടിവിയോട് അഭിമുഖമായി ഇരിക്കുന്ന സ്ഥലമാണ് ഊണുമേശ. ചോറ് വിളമ്പട്ടെ എന്ന് ചോദിക്കും. എന്നാ വിളമ്പിക്കോ എന്ന് പറയുന്ന കൂട്ടത്തിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ടിവിയുടെ അതിലാദ്യം സാമർത്ഥ്യമുള്ളവർ ടിവിയുടെ റിമോട്ട് കൂടെ എടുത്ത് കൈപ്പിടിക്കും. ചോറുണ്ണുന്നുണ്ട്, എന്തൊക്കെയോ കാണുന്നുണ്ട്. ഈ ഊണുമേശയിൽ ഇരുന്നല്ലേ പണ്ട് സഹോദരന്റെ ഇല്ലായ്മയെ കണ്ടത്, അമ്മയുടെ പാത്രത്തിലെ ഇല്ലായ്മ കണ്ടുപിടിച്ചത് ഈ ഊണുമേശയുടെ ചുറ്റിലും ഇരുന്നല്ലേ. ഇല്ലായ്മയുടെ കാലത്ത് തന്റെ കയ്യിലുള്ളത് നീട്ടി തന്റെ സഹോദരന് കൊടുത്തിട്ട് പകുതിയെ എടുക്കാവേ എന്ന് പറയുമ്പോൾ പകുതി ഒടിച്ച് പകുത്തെടുത്തതൊക്കെ മറന്നുപോയോ? എവിടെ നിന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ഷെയറിംഗ് പഠിക്കേണ്ടത്? അച്ഛൻ ഒരു ഇത്ര സ്നേഹം ഈ കുഞ്ഞുങ്ങൾ തമ്മിൽ, ഇത് മുഖത്തോട് മുഖം നോക്കിയാൽ പറ തമ്മിൽ. കാരണം എന്താണ്? മാവേലിക്കരയിൽ തിരിച്ചു വരുമ്പോൾ ഒരാൾക്ക് ഓറിയോയോ ഒരാൾക്ക് ഡാർക്ക് ഫാന്റസിയും കൊടുത്ത് 2 സൈഡിലും ഇരുത്തും. അഥവാ അത് നമ്മുടെ കൈ കിട്ടുന്ന എപ്പോഴാണെന്നറിയോ? കഴിച്ചു മതിയായി കഴിയുമ്പോൾ എന്താ മമ്മി എന്ന് പറയും. കാരണം അവസാനം ഈ കവർ പിടിക്കുന്നവർ അടപ്പയിലിട്ട് വെക്കേണ്ടത്. അതിനുള്ള മടി കൊണ്ട് മാത്രം നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന്, ശരിയാണോ? എന്നാൽ പണ്ടെങ്ങനെയായിരുന്നു? 3 ബിസ്ക്കറ്റ് തന്നിട്ട് ബാക്കി അമ്മച്ചെടുത്ത് അടച്ചു വെക്കും. നാളെ വൈകിട്ട് എന്ത് കിട്ടുള്ളൂ ബാക്കി. അന്ന് ഉള്ളത് പകുത്തു കൊടുക്കുന്ന സ്നേഹമായിരുന്നു. എന്നാൽ ഇന്ന് ഊണുമേശയിൽ പരസ്പരം പകുത്തു കൊടുക്കാൻ നമ്മുടെ മക്കൾക്ക് നമ്മൾ അവകാശങ്ങൾ നിഷേധിക്കുകയല്ലേ? നമ്മളുടെ മക്കൾക്ക് നല്ലവരാകാനുള്ള അവകാശം നമ്മൾ നിഷേധിക്കുകയാണ്. നമ്മൾ അവരുടെ മുന്നിൽ ദൈവത്തിന്റെ
സ്നേഹം നിഷേധിക്കുകയാണ്. പരസ്പരമുള്ള പങ്കുവെക്കലുകൾ നിഷേധിക്കുകയാണ്. ഈ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ മേശയുടെ ചുറ്റും ഉണ്ടാകണം. രണ്ടാമത്തെ സി ആണ് കോംപ്രമൈസ്. ആ സിക്ക് കോംപ്രമൈസ് ചെയ്യാൻ, ചില ഇഷ്ടങ്ങളെ കോംപ്രമൈസ് ചെയ്യുമ്പോൾ മാത്രമാണ് കൂടെയുള്ളവരുടെ ഇഷ്ടം കൂടി നമ്മുടെ ഇഷ്ടമായി തീരുന്നത്. കൂടെയുള്ളവരുടെ ഇഷ്ടം നമ്മുടെ ഇഷ്ടമായി തീരാൻ ചില കോംപ്രമൈസുകളെല്ലാം വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എന്റെ ഭാര്യയുടെ ഇഷ്ടങ്ങൾ, എന്റെ ഭർത്താവിന്റെ ഇഷ്ടങ്ങൾ എന്റെ ഇഷ്ടങ്ങളാവുമ്പോഴാണ് അവിടെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. യേശു തമ്പുരാനോട് ശിഷ്യന്മാര് ചോദിക്കുകയാണ്, ഞങ്ങളിൽ ആരാണ് വലിയവൻ? യേശു തമ്പുരാനോട് താഴെ ഇരുന്നു അരയിൽ കച്ച കെട്ടി അവരുടെ കാല് കഴുകി ചുംബിച്ചിട്ട് പറഞ്ഞു, ഞാനോ നിങ്ങളുടെ ഇടയിൽ ഒരു ശുശ്രൂഷക്കാരനെ പോലെ അല്ലയോ എന്ന്. കുടുംബങ്ങളിൽ അപ്പന് അമ്മയ്ക്ക് പരസ്പരം ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? കുറവുകളോടുകൂടി കുറ്റങ്ങളോടുകൂടി പരസ്പരം ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മുടെ തലമുറ ആയിരിക്കുന്ന സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യാൻ തയ്യാറാകുകയാണ്. കുടുംബത്തിലെ മക്കൾക്ക് ഏത് പ്രായത്തിലും മാതാപിതാക്കളുടെ മുമ്പിൽ അനുസരണമുള്ളവരായി തീരാൻ സാധിക്കാറുണ്ടോ? അനുസരണത്തിൽ ക്രിസ്തുവിനുള്ള മാതൃകയായി ഈ ഭൂമിയിൽ മറ്റാരുമില്ല. കുരിശിൽ കിടന്ന് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ തലതാഴ്ത്തി സമ്മതിച്ച ക്രിസ്തു എന്നൊരു മകനെ നമുക്ക്, ദൈവത്തിന്റെ മകനെ നമുക്ക് കാണാൻ സാധിക്കും. എവിടെയാണ് അവനത് സ്വീകരിച്ചത്? 33 വർഷങ്ങൾക്ക് മുൻപേ മറിയാം എന്നൊരു പെൺകുട്ടിയുടെ അടുത്ത് ദൂതൻ വന്ന് പറഞ്ഞപ്പോൾ മറിയാം പറഞ്ഞു, എന്റെ ഇഷ്ടമല്ല, എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം എന്നിൽ നടക്കട്ടെ എന്ന്. 33 വർഷങ്ങൾക്ക് ശേഷം ആ മകനത് ആവർത്തിച്ചു, പിതാവേ എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. നമ്മളുടെ മക്കൾ ചെയ്യുന്ന പല പ്രവർത്തികളും നമ്മളുടെ തനി ആവർത്തനങ്ങൾ മാത്രമാണെന്ന് എന്തേ നമുക്ക് മനസ്സിലാകുന്നില്ല. വീണ്ടും കുരിശിൽ പിതാവിന്റെ സന്നിധിയിൽ തലതാഴ്ത്തിയവൻ നിൽക്കുമ്പോൾ, ലോകത്തിന്റെ മുന്നിൽ ലജ്ജയായിട്ടവൻ നിൽക്കുമ്പോൾ, നഗ്നനായി കുരിശിൽ കിടക്കുമ്പോൾ, ആണികളേറ്റ് കുരിശിൽ കിടക്കുമ്പോൾ, നാഥനൊന്ന് വിരലിലൊടിച്ചിരുന്നുവെങ്കിൽ സ്വർഗത്തിന്റെ മേഘപാളികളെ കീറി മീഖായേൽ ഊരിപ്പിടിച്ച വാളുമായി വന്ന് സ്വർഗീയ സൈന്യമോടെ പാളയത്തിറങ്ങി കൈകളിൽ വഹിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമായിരുന്നില്ലേ? അപ്പോഴും അപ്പ അവിടുത്തെ ഇഷ്ടമെന്നിൽ നിറവേറട്ടെ എന്ന് പറയുന്ന അനുസരണമുള്ള ഒരു പുത്രൻ, പ്രിയ യുവതി യുവാക്കന്മാരെ, ക്രിസ്തുവിനോളം മാതൃകയാക്കാൻ മറ്റേ ആരെയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? അനുസരണവും ശുശ്രൂഷയും നസ്രത്തിലെ കുടുംബം പോലെ നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകുവാൻ ചില കോംപ്രമൈസുകൾ വേണം. ഞാനിവിടെ ഇല്ലാതെയാകണം, ഞങ്ങളായി മാറണം. അതുകൊണ്ടാണ് കർത്താവ് തമ്പുരാൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെ ചോദിച്ചപ്പോൾ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ, ഞാനില്ല, ഞാനില്ല, ഞങ്ങൾ മാത്രമാണുള്ളത്. നമുക്ക് പ്രാർത്ഥിക്കണം, കർത്താവേ നിന്റെ പത്രമായി തീരുവാൻ എന്നിലെ ഞാൻ എന്ന ഭാവത്തെ ഒന്ന് പൊടിച്ചു കളയണമേ എന്ന്. മേഘങ്ങൾ തങ്ങളെ തന്നെ പൊടിച്ചു മഴയാകുന്നില്ലേ? മണ്ണതിനെ ഒന്ന് ഉടയ്ക്കുമ്പോഴല്ലേ കൃഷിക്ക് യോഗ്യമാകുന്നത്? മണ്ണിലെ വിത്ത് അഴുകുമ്പോഴല്ലേ അത് തൈയാകുന്നത്? ഈ തൈര് വെയിലും മഴയെ ഏൽക്കുമ്പോഴല്ലേ അത് പുതിയ പൂക്കും കായുമാകുന്നത്? ഈ കായ വീണ്ടും പൊട്ടുമ്പോഴല്ലേ ജീവന്റെ തുടിപ്പുകൾ ഉണ്ടാകുന്നത്? ജീവിതത്തിൽ ചിലർക്കൊക്കെ ഒന്ന് പൊട്ടാൻ, ചിലർക്കൊക്കെ ഒന്ന് ഇളക്കപ്പെടാൻ, ചിലർക്കൊക്കെ ഒന്ന് വിട്ടുകൊടുക്കാൻ, ചിലർക്കൊക്കെ ഒന്ന് താഴാൻ, ചിലർക്കൊന്ന് മൗനം പാലിക്കാൻ ചില കോംപ്രമൈസുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സാധിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമാണ് നീ എന്തോ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന ഭാഷ നമ്മുടെ ഭവനത്തിൽ നിന്ന് മാറുന്നത്. മനസ്സിലാകണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് അഗ്നിനാവ് പോലെ ഇറങ്ങി അവർ വ്യത്യസ്ത ഭാഷയിൽ സംസാരിച്ചിട്ടും അവർക്ക് പരസ്പരം മനസ്സിലായി. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഭവനത്തിൽ നമ്മെ കുറഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്റെ സഹോദരന്റെ ശബ്ദം എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ, എന്റെ കൂടെയുള്ളവരുടെ ശബ്ദം എനിക്ക് മനസ്സിലാകുന്നെങ്കിൽ, ദേവാലയത്തിൽ ദൈവത്തിന്റെ ശബ്ദം എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ, എന്നിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അംശം കുറഞ്ഞിരിക്കുന്നു. എവിടെയാണ് എന്നിൽ ആ പഴുപ്പ് കയറിയിരിക്കുന്നത് നമുക്ക് നമ്മളോട് ചോദിക്കാം. മൂന്നാമത്തെ സി ആണത് കമ്മിറ്റ്മെന്റ്. ദൈവസന്നിധിയിൽ ചില കമ്മിറ്റ്മെന്റ് നമുക്കുണ്ട്, കുടുംബങ്ങളിൽ ചില കമ്മിറ്റ്മെന്റ് നമുക്കുണ്ട്, വ്യക്തി ജീവിതങ്ങളിൽ ചില കമ്മിറ്റ്മെന്റുകൾ നമുക്കുണ്ട്. പച്ച മേച്ചിൽ പുറങ്ങൾ കാണുമ്പോൾ ആളുകൾ സഞ്ചരിക്കുന്നത് പോലെ എല്ലാം മറന്ന് യാത്ര ചെയ്യുവാൻ ഒരു ക്രിസ്ത്യാനിക്ക് അനുവാദമില്ല. അവൻ അത്യുന്നതന്റെ മറവിലും സർവശക്തിന്റെ നിഴലിന്റെ കീഴിലുമാണ്. അവന് വേലി കെട്ടി കാത്തു പരിപാലിക്കുന്നത് കർത്താവിന്റെ ജീവനുള്ള തിരുരക്തമാണ്. പുതിയ മേച്ചിൽ പുറങ്ങളെ തേടി യാത്ര ചെയ്യുന്നതല്ല കമ്മിറ്റ്മെന്റ്, മറിച്ച് എന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ചുള്ള ബോധമാണ് എന്റെ കമ്മിറ്റ്മെന്റ്. എന്റെ കുടുംബത്തിൽ എന്റെ ജീവിത പങ്കാളിയോട് ഒരു കമ്മിറ്റ്മെന്റ് മാതാപിതാക്കൾക്ക് ഉണ്ടാകണം. മക്കൾക്ക് ഏതൊരവസ്ഥയിലും അപ്പനോടും അമ്മയോടുമുള്ള കമ്മിറ്റ്മെന്റ് ഒരിക്കലും
മറക്കാൻ പാടില്ല. വിശ്വാസികൾക്ക് സഭയോട് ഉള്ള കമ്മിറ്റ്മെന്റ് മാറാൻ പാടില്ല. പല കുറ്റങ്ങളും കുറവുകളും നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടാവും. പരസ്യമായും രഹസ്യമായും നമ്മൾ കല്ലെറിയുന്നുണ്ടാകും. എന്നാൽ തീർച്ചയായിട്ടും ഹാബേലിന്റെ രക്തത്തെ കൈയിനോട് ചോദിച്ചൊരു ദൈവം നമുക്കുണ്ട്. ചുറ്റിലുമുള്ളവരെ നോക്കി കല്ലെറിയുമ്പോൾ, മറ്റുള്ളവരുടെ കുറവുകളെ മാത്രം നോക്കി കല്ലെറിയുമ്പോൾ, ഹാബേലിന്റെ രക്തത്തെ കുറിച്ച് ചോദിച്ച, കൈയിനോട് ചോദിച്ചൊരു ദൈവം എന്റെ കുടുംബത്തിൽ വന്ന് നീ എറിയുന്ന കല്ലുകളെ പെറുക്കുക എന്ന് പറയുന്ന സമയം വരും. ആയതിന് ഇടവരുത്താതെ ഇരിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തില് ഹൗ കെൻ ഐ ഹെൽപ് യു, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം? എല്ലാം ചെയ്തു തരാൻ കർത്താവ് മതിയായവനാണ്. എല്ലാം ചെയ്ത് പറയുക. നിന്റെ വീട്ടിൽ എന്താണുള്ളത്? വ്യത്യസ്തതയോടെ പരസ്പരം അംഗീകരിക്കാൻ, മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറയാതെ ഇരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ കർത്താവെ, ഈ പുതിയ നോമ്പുകാലത്തിൽ ആദ്യം കർത്താവെ എന്റെ നോമ്പ് എന്റെ നാവിനായിരിക്കണം. കർത്താവെ, അതിനു മുൻപ് എന്റെ ഹൃദയത്തിനായിരിക്കണം. ഹൃദയവും നാവും ചേർന്ന് എന്റെ പ്രവൃത്തികൾക്കായിരിക്കണം. തന്നെ തന്നെ സൂക്ഷിച്ച തമ്പുരാൻ കർത്താവ് പരീക്ഷണ കാലത്തിൽ മരുഭൂമിയിലായതുപോലെ കർത്താവെ എന്റെ പരീക്ഷണത്തിന്റെ കാലമാണ്. ദുഷ്ടനായ സാത്താൻ കലഹമായും ആരോഗ്യ പ്രശ്നമായും സാമ്പത്തിക പ്രശ്നമായിട്ടും ഒക്കെ കടന്നു വരുമ്പോഴും നിന്റെ സന്നിധിയിൽ പിടിച്ചു നിൽക്കുവാൻ കർത്താവിന്റെ അടുത്ത് പരീക്ഷണങ്ങൾ നടക്കാതെ വന്നപ്പോൾ അവൻ വിട്ടുപോയി എന്ന് പറയുന്നത് പോലെ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് വിട്ടുപോകുവാൻ ആദ്യം നാം ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകണം. 2, കുടുംബങ്ങളിൽ ക്രിസ്തുവിന്റെ പത്രമാകണം. നമ്മുടെ മുൻപിൽ കിട്ടിയിരിക്കുന്ന അവസരങ്ങളെ അനുഗ്രഹമാക്കാനും അവകാശങ്ങളെ അലക്ഷ്യമാക്കാതെ ഇരിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്നും, നോമ്പിലൂടെ മോശ നേടിയ സൗന്ദര്യം നമ്മുടെ എല്ലാം ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നും, ആ പ്രകാശത്തിൽ തലമുറ പ്രകാശിക്കട്ടെ എന്നും, ഒരുമിച്ച് കുടുംബമായി നോമ്പ് നോക്കി ദൈവസന്നിധിയിൽ പ്രീതിയോടെ ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിച്ചുകൊണ്ടുള്ള വാക്കുകൾ